الحمد لله الذي أنزل آيات بينات كتابا مبينا بيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن. وما زلنا ندرس سورة البقرة، وقد أكملنا 45 و100 آية، وسنتحدث اليوم من آية 46 بعد 100 إلى 53 بعد 100 إن شاء الله. وقد أرسلنا إليكم معاني الكلمات. هل درستم؟ പഠിച്ചായിരുന്നോ? വാക്കർത്ഥം കഴിച്ചെന്നല്ലോ. എല്ലാം നോക്കി പഠിച്ചോ? അപ്പോ വാക്കർത്ഥം തന്നില്ലേ? പഴയതാണോ വന്നിരിക്കുന്നത് തോന്നല്ലേ? രണ്ടുണ്ട്. രണ്ടുണ്ട്. فلا تكونن من الممترين. അതിന്റെ ഫേല് മാളി എന്താണ്? മുംതരീന്റെ ഫേല് മാളി ഇൻതറ യംതരി. എന്താ അർത്ഥം? അറബി പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? സംശയിച്ചു. അത് തന്നെ, ശക്ക, സംശയിച്ചു. അതേപോലെ വലിക്കുല്ലും വിജിഹത്തുൻ. എന്താ വിജിഹത്ത്? ദിശ. അല്ലെങ്കിൽ ഖിബല എന്നും പറയാം. ഖിബല എന്ന് പിന്നീട് ഷത്ര എന്ന് പറയുമ്പോഴത്തേക്ക് നഹ്വ, നേരെ, രണ്ടും ഒരേപോലെയുള്ള അർത്ഥമല്ല. ഷത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ, ആ ദിശയിലേക്ക് എന്ന് പറയാം. അതിന്റെ നേരെ എന്ന് പറയാം. പക്ഷെ രണ്ടും ഒരേ പ്രയോഗമല്ല വരുന്നത് കേട്ടോ. അതായത് മറ്റെന്താണ് ഒരു അർത്ഥം എന്താ? പരീക്കന്റെ അർത്ഥം എന്താ? പരീക്കന്റെ അർത്ഥം അർത്ഥം ചോദിക്കുമ്പോ അതിന്റെ അവസാനത്തെ അടയാളം മാറ്റിയിട്ട് വാക്കായിട്ട് ചോദിക്കണം. അത് നമ്മൾ പഠിക്കണം. പറക്ക അല്ല, പരീക്ക് എന്ന നാമം ചോദിക്കുക. പരീക്കൻ എന്താ അർത്ഥം എന്നാ ചോദിക്കുക. ഞാനിവിടെ ചോദിച്ചില്ല, മുംതരീന്റെ അർത്ഥം പഠിക്കുമ്പോ നമ്മൾ ഇത്തറ എംതരി ചോദിച്ചു. അല്ലെങ്കിൽ മുംതറുൻ എന്ന് പറഞ്ഞാൽ എന്താ വാക്ക്, അല്ലെങ്കിൽ മുംതരി എന്നും ചോദിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഫരിയക്കന്റെ അർത്ഥം എന്താണെന്നല്ല ചോദിക്കേണ്ടത്, ഫരിയക്കുന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, അധ്യാപകന് മനസ്സിലാവും നിങ്ങൾ ഈ വാക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫരിയക്ക് എന്ന് പറഞ്ഞ ഒരു വിഭാഗം നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മുകളിൽ വന്നിട്ടുണ്ടാവും. കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. കുറെ പ്രാവശ്യം വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്കെടുത്തിട്ട് നമ്മുടെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നേ, എനിക്ക് തീരെ കേൾക്കാത്ത വാക്കാണ്. കേട്ടല്ലോ. അതേപോലെ ഇസ്തബക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മത്സരിച്ചു മുന്നേറി. അതിനെന്താ നമ്മൾ നേരത്തെ പഠിച്ചത്? ഇസ്തബക്കയ്ക്ക് മത്സരിച്ച് മുന്നേറി എന്താ വാക്ക് പഠിച്ചത്? സബക്ക അല്ല, സബക്ക എന്ന് പറഞ്ഞാൽ മുൻകടന്നു എന്നാണ്. സാധാരണഗതി സബക്ക എന്ന് പറയാം. സാബക്ക എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുൻകടന്നു.
സാബക്ക വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിലധികം ആൾക്കാർ വേണം. സാബക്ക പരസ്പരം മത്സരിച്ചു. പരസ്പരം മുന്നേറി എന്നാണ്. പരസ്പരം മുന്നേറി എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നേറി. വേറൊരു ഭാഗം പഠിച്ചിട്ടുണ്ട് നമ്മള്. ഒഫീദാലിക്ക ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ എന്ന് പറഞ്ഞില്ലേ? തനാഫസ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. ഖൈറാത്തൊന്നും പുതിയ വാക്കായിട്ട് കാണേണ്ടതില്ല. മുവല്ലിൻ എന്ന വാക്കിന്റെ മാളി എന്താ? വല്ല വല്ല അപ്പൊ മുവല്ലിൻ എന്ന വാക്ക് പുതിയ വാക്കല്ല, നമ്മൾ നേരത്തെ തന്നെ പഠിച്ച വാക്കാണ്. ഇവിടെ അത് എന്തിനാ പറഞ്ഞത്? അത് ഹുവ മുവല്ലിഹ എന്നൊക്കെ പറഞ്ഞെടുത്ത് ഹുവ മുവല്ലിഹ വലിക്കുല്ലിൻ വിജയത്തിൻ ഹുവ മുവല്ലിഹ എന്ന് പറഞ്ഞപ്പോ അവിടെ യായുണ്ട്. ഹുവ മുവല്ലിഹ എന്നടുത്ത് എന്തുണ്ട്? യായുണ്ട്. അതേസമയം അത് ഒറ്റയ്ക്ക് എഴുതിയാൽ അവിടെ യാ ഇല്ല, മുവല്ലിൻ എന്നാണ് എഴുതുക. ഖൈറാത്ത് എന്ന് പറഞ്ഞാല് ഖൈറുൻ ഉത്തമം എന്നുള്ള അർത്ഥല്ലേ? ഖൈറത്തുൻ ഖൈറത്തുൻ എന്നൊക്കെ പറയാം. അതിന്റെ ബഹുജനമാണ് ഖൈറാത്ത്, നല്ല കാര്യം. അതുകൊണ്ട് അതും എന്തല്ല, പുതിയ വാക്കല്ല. അതേപോലെ ഹുജ്ജത്ത് നേരത്തെ വന്നിട്ടുണ്ടെന്നാ തോന്നുന്നു അല്ലേ? ഞാനത് ഇല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ, സംശയിക്കണ്ട, ആലോചിച്ച സമയങ്ങളല്ല. ഹുജ്ജത്ത് എന്താ? അപ്പൊ തെളിവ് ആർക്കാന്നാണ് സാറ്? എന്താണ്? എന്താണെന്ന് ചോദിച്ചേ? തർക്കിക്കുക. ഹാജ തർക്കിച്ചു. ഹുജ്ജത്ത് വെച്ചുകൊണ്ട് തർക്കിക്കുന്ന ഹാജ എന്ന് പറയും. ഹുജ്ജത്ത് തെളിവ്, പ്രമാണം. അപ്പോ അപ്പൊ ഇസ്തഈനു എന്നതിന്റെ മാവി എന്താണ്? ഏത് രൂപമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? നസ്തഈനു. അപ്പൊ ഇസ്താന ഇസ്തഗ്ഫറ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞു നോക്കണം. ഇസ്താന, ഇസ്താനു, ഇസ്താൻത, ഇസ്താൻതും, ഇസ്താൻതു, ഇസ്താന്ന, യസ്തഈനു, യസ്തഈനൂന, തസ്തഈനു, തസ്തഈനൂന, അസ്തഈനു, നസ്തഈനു. ഇസ്തഈൻ, ഇസ്തഈനു. ലാ തസ്തഈൻ, ലാ തസ്തഈനു. ഓക്കെ, നമുക്ക് പറഞ്ഞു നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ വായിക്കുമ്പോൾ എന്ത് വേണം? ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലേക്ക് വരട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലേക്ക് വരട്ടെ. ഓരോ വാക്കിന്റെ അർത്ഥം ഇങ്ങനെ ഇടതടവില്ലാതെ, വിത്തൗട്ട് എനി ബ്രേക്ക്, ഒരു 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 വിടവുമില്ലാതെ എന്ത് ചെയ്യണം? അർത്ഥം മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഒരിക്കലും എനിക്കിത് മനസ്സിലാകുമെന്ന് വിചാരിച്ചാൽ മനസ്സിലാവില്ല. മനസ്സിലായിക്കൊണ്ടേയിരിക്കുന്നു. ഉത്തിമ്മന്റെ അർത്ഥം എന്താ? അത്തമ്മ പൂർത്തീകരിച്ചു. അത്തമ്മ പൂർത്തീകരിച്ചു. പൂർത്തീകരിക്കപ്പെട്ടു അല്ല. അത്തമ്മയ്ക്ക് എന്തുണ്ട്? 5 ഗ്രൂപ്പാണ്. അപ്പൊ ലമ്മ് വരുന്നതാണ്. എത്രാമതായത്? 150. ഉത്തിമ്മ നിഅമതി. അപ്പോ അത്തമ്മ പൂർത്തീകരിച്ചു. അത്തമ്മ പൂർത്തീകരിച്ചു. യുത്തിമ്മ പൂർത്തീകരിക്കുന്നു. അപ്പൊ യുത്തിമ്മു, യുത്തിമ്മൂന, തുത്തിമ്മു, തുത്തിമ്മൂന, ഉത്തിമ്മു, നുത്തിമ്മു. ഞാൻ പൂർത്തീകരിക്കുന്നു. ലി ഉത്തിമ്മ, ഞാൻ പൂർത്തീകരിച്ചു തരുന്നതിന് വേണ്ടി. അപ്പൊ ലീ എന്നാൽ ലീക്ക് ശേഷം അപൂർണ ക്രിയക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫത്തഹ് വരും. പക്ഷെ ലീ അപൂർണ ക്രിയക്ക് ഫത്തഹ് വരുത്തുന്ന ഗണത്തിൽ പറയുകയില്ല. ഇതിന്റെ കാരണം എന്താണ് നമ്മൾ പിന്നെ പഠിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലൻ ഇതൻ കൈ പോലെ തന്നെ അപൂർണ ക്രിയക്ക്
ഇത് അപൂർണക്രിയയുടെ മുമ്പ് ലീ വന്നാൽ എന്ത് സംഭവിക്കും? ഫത്തഹ വരും. ലി ഉത്തിമ്മ, ഉത്തിമ്മു എന്നാണ് ലീ വന്നുകൊണ്ട് ഉത്തിമ്മ എന്നായി. ലീ വന്നുകൊണ്ട് എന്ന് പറയരുത്. അവിടെ എന്ത് ചെയ്തു? ഫത്തഹ വന്നു. ലീക്ക് ശേഷം അപൂർണക്രിയ വരുമ്പോൾ ഫത്തഹ വരാനാണ് സാധ്യത. കാരണം വേറെയാണ്, പിന്നെ പഠിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون الحق من ربك فلا تكونن من الممترين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين الذين آتيناهم الكتاب എന്ന് പറയുന്നത് രണ്ട് വാക്കിൽ പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? രണ്ട് വാക്കിൽ എങ്ങനെ പറയാം? الذين آتيناهم الكتاب നാം അവർക്ക് നൽകി. രണ്ട് വാക്കിൽ പറഞ്ഞാല് രണ്ട് അറബി വാക്ക്. അഹ്ലുൽ കിതാബ്, വേദത്തിന്റെ ആൾക്കാർ. അതേപോലെയാണ് അല്ലദീന ആതൈനാഹുമുൽ കിതാബ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അഥവാ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആതൈനാഹുമുൽ കിതാബ് എന്ന് പറയുന്ന ആരൊക്കെയായിരുന്നു? തൗറായുടെയും ഇഞ്ചീലിന്റെയും ആൾക്കാർ, അഥവാ ജൂതന്മാരും ക്രിസ്ത്യാനികളും. ആ അല്ലെ? അപ്പോ ഈ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആൾക്കാർ യഅരിഫൂനഹു, അദ്ദേഹത്തെ അറിയുമായിരുന്നു, അല്ലെങ്കിൽ അതിനെ അറിയുമായിരുന്നു. രണ്ട് കാര്യമുണ്ട്. അതിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ കിതാബിനെ അറിയുന്നു. ഈ ദിവ്യ സൂക്തങ്ങളെ കുറിച്ച് അവർക്ക് ബോധമുണ്ട്, അറിവുണ്ട്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന് അവർക്ക് അറിയാം. ഹു എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയെ എന്ന് ഉദ്ദേശിച്ചിട്ട്. യഅരിഫൂനഹു, അതിനെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയുന്നു. കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവരുടെ മക്കളെ അറിയുന്നു. ഇതെന്റെ മകനാണ് എന്ന് എത്രത്തോളം ഉറപ്പാണോ അത്രത്തോളം അവർക്ക് ഉറപ്പാണ് ഈ മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ് എന്ന്. ഇതെന്റെ മകനാണ് എന്ന് എത്രത്തോളം അവർക്ക് ഉറപ്പുണ്ടോ, എന്റെ മകളാണ് എന്ന് എത്രത്തോളം അവർക്ക് ഉറപ്പുണ്ടോ അത്രത്തോളം ഉറപ്പാണ് ഇത് ദൈവിക സൂക്തമാണ് എന്ന്. അതാണ് ഇതിലെ സാഹിത്യ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചങ്ങ് പോയിട്ട് കാര്യമില്ല. അത്രത്തോളം സ്ട്രോങ് ആയിട്ട് കൃത്യമായി സത്യം അവതരിപ്പിക്കുകയാണ്. അവർക്കത് യാഥാർത്ഥ്യമാണ് എന്ന് അവർക്കറിയാം. വഇന്ന ഫരീഖൻ മിൻഹും, തീർച്ചയായും അവരിൽ ഒരു വിഭാഗം, ലയക്തുമൂന, വീണ്ടും ലാവുന്നു. തീർച്ചയായും അവർ മറച്ചു വയ്ക്കുന്നു.
കത്തമ യക്തുമുവിന്റെ മറ്റൊരു വാക്ക് എന്തായിരിക്കും? കഫറ എന്താണ്? അഹുഫ അത് തന്നെ, അഹ്ഫാ യുഖ്ഫി. കഫറയും മറച്ചു വെച്ചൊന്നും വരത്തില്ലേ ഉസ്താദേ? അതെ, കഫറയെന്നും പറയാം. ഇങ്ങനെ ഓരോന്നോരോന്ന് വരട്ടെ. അപ്പൊ എന്ത് ചെയ്യുന്നു? അവര് മറച്ചു വെക്കുന്നു. യക്തുമൂനൽ ഹഖ്ക വഹും യഅലമൂൻ. അവർ സത്യത്തെ മറച്ചു വെക്കുന്നു. വഹും യഅലമൂൻ. ഇപ്പൊ വാ എന്താണ്? ഹാല്. വാവുൽ ഹാൽ. ഏതവസ്ഥയിലാണ്? അറിയുന്നവരായിരിക്കും. ആസ് ദേ ആർ നോയിങ്. അവർ അറിവുള്ളവരായിരിക്കെ, അവർക്ക് അറിവുണ്ടായിരിക്കെ സത്യത്തെ അവർ മറച്ചു വെക്കുന്നു. അൽ ഹഖ്ഖു മിർ റബ്ബിക്. എന്നിട്ട് പറയുകയാണ്, യാഥാർത്ഥ്യം താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ളതാണ്. അപ്പൊ താങ്കളുടെ അപ്പൊ നമ്മൾ പറയുമല്ലോ, ചില ആൾക്കാർ സത്യത്തെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചെന്നൊക്കെ പറയും. സത്യത്തെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചാൽ യഥാർത്ഥത്തിൽ എവിടെ എത്തണം? ഖുർആനിലെത്തണം, റസൂലിലേക്ക് എത്തണം. അതിലൂടെ അവർ അള്ളാഹെ മനസ്സിലാക്കണം. അള്ളാഹെ നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹിന്റെ കലാമിലൂടെ, അള്ളാഹിന്റെ വാക്യങ്ങളിലൂടെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്? എന്ന സംഭവം ഉണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള അൽ ഹഖു മിർ റബ്ബിക് ലാ തകൂനന്ന മിനൽ മുംതരീൻ. മുംതരീൻ ഇംതറ യംതരി സംശയം. ലാ തകൂനന്ന, നെവർ എവർ, ഒരിക്കലും നീ ആയി പോകരുത്. ലാ തകുൻ, നീ ആകരുത്. ലാ തകൂനന്ന, നീ ആയി പോകരുത്. ലാ തക്കുൻ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലാ തക്കുൻ എന്ന് പറഞ്ഞെടുത്ത് വാവ് പോകും. കാന യകൂനു എന്നാണ്. കാന യകൂനു, കാന യകൂനു. ലാ തക്കുൻ, നീ ആകരുത്. പക്ഷേ അതിന്റെ കൂടെ ഇന്ന ചേർത്താൽ എന്താവും? ലാ തകൂനന്ന. അതേപോലെ കാല, കാല യഖൂലു. ലാ തഖുൽ, നീ പറയരുത്. അതിനോട് ഇന്ന ചേർത്താൽ ലാ തഖൂലന്ന. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ലാ തഖൂലന്ന. അപ്പൊ അവിടെ പോയ വാവ് തിരിച്ചു വരും കേട്ടാ. കാരണം എന്താണ്? ലാ തക്കുൻ എന്ന് പറഞ്ഞിടത്ത് ലാ തക്കുൻ എന്ന് പറഞ്ഞപ്പോ അവസാനത്തെ അക്ഷരം നൂനിന് സുക്കൂനാണ്. നൂന് സുക്കൂൻ വന്നുകൊണ്ട് തൊട്ട് മുമ്പുള്ള ദീർഘം പോകും. അതേസമയം ലാ തകൂനന്ന പറയുമ്പോൾ നൂനിന് ഫത്തഹാണ്. അപ്പോൾ എന്ത് ചെയ്യും? സുക്കൂൻ വന്നത് കാരണം പോയ വാവ് തിരിച്ചു വരും. ഓക്കെ. വലാ തകൂനന്ന മിനൽ മുംതരീൻ. നീ ഒരിക്കലും സംശയാലുവാകരുത്. ഒരിക്കലും സംശയാലു ആകരുത്. ഖുർആൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയമില്ല. അഥവാ ഖുർആനിൽ യാതൊരു സംശയമില്ല. അതേപോലെ ഖുർആൻ വായിക്കുമ്പോഴോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കുമ്പോഴോ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോഴോ ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഖുർആന്റെ യാഥാർത്ഥ്യത്തിന്, ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളുടെ യാഥാർത്ഥ്യത്തിന് മറ്റൊരു തെളിവാണ്. ഖുർആൻ പറയുന്ന വസ്തുതകൾ പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ലാ തകൂനന്ന മിനൽ മുംതരീൻ. തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇതിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു നീ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. ഹഖ്ഖു മിർ റബ്ബിക്. യാഥാർത്ഥ്യം അള്ളയിൽ നിന്നുള്ളത് തന്നെയാണ്. യാതൊരു കാരണവശാലും നീ സംശയാലുക്കളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. വലിക്കുല്ലിൻ വിജ്ഹത്തിൻ, വലിക്കുല്ലിൻ വിജ്ഹത്തിൻ, എല്ലാവർക്കും ഒരു ദിശയുണ്ട്, ഒരു ഭാഗമുണ്ട്. വജ്ഹ് എന്ന് പറയും മുഖം. വജ്ജഹ, മുഖം തിരിച്ചു. അതിൽ നിന്നും വന്നാണ് വിജ്ഹത്തിൻ, തിരിക്കേണ്ട ഭാഗം. വിജ്ഹത്തിൻ, അതാണ് ദിശ. അപ്പൊ ഇതെന്താണ്? ഇതൊരു നാമമാണ്. വിജ്ഹത്തുൻ എന്ന് പറയുന്നത് നാമമാണ്. നേരത്തെ നമ്മൾ ഷത്തറ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ ഫൗക തഹ്ത എന്നൊക്കെ പറയുമ്പോൾ എന്താ വരുന്നത്? അതൊരു പ്രിപ്പോസിഷൻ ആണ് അല്ലേ? ഫൗക
ഫൗഖ ത്വാവിലത്തി എന്ന് പറഞ്ഞാൽ മേശയുടെ മുകളിൽ. അതേപോലെ തഹ്തൽ കുർസി എന്ന് പറഞ്ഞാൽ കസേരയുടെ ചുവടെ. അതേപോലെ ഷത്തറ അൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ മസ്ജിദിന്റെ നേരെ. അതേസമയം ജിഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നാമമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ പര്യായപദം പറയാൻ പറ്റില്ല എന്നുള്ളത്. വലികുല്ലിൻ ജിഹത്തുൻ ഹുവ മുവല്ലിഹ. നേരത്തെ പറഞ്ഞു മുവല്ലിൻ എന്ന് ഏകവചനം എഴുതുമ്പോൾ, ഒറ്റയ്ക്ക് എഴുതുമ്പോൾ മുവല്ലിൻ എന്ന് കസ്റ തെൻവീനിട്ടാണ് എഴുതുന്നത്, യാ ഉണ്ടാവും. കാരണം യാക്ക് ലമ്മിനെ വഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവസാന വാക്കിന്റെ എല്ലാ നാമങ്ങളുടെ അവസാനം ലമ്മല്ല, മുവല്ലിയുൻ എന്നാണ് വരേണ്ടത്. അപ്പൊ യാക്ക് ലമ്മ് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും? യായങ്ങ് പോയിട്ട് തൻവീൻ തൊട്ടുമ്പോഴത്തെ അക്ഷരത്തിന് കൊടുക്കും. അപ്പൊ ഹുവ എല്ലായിടത്തും യാ അങ്ങനെ തന്നെ വരിക? എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല, പൊതുവിൽ ഉള്ള നിയമം അങ്ങനെയാണ്. ചില സന്ദർഭങ്ങളിൽ അനിവാര്യമായ സന്ദർഭങ്ങളിലൊക്കെ വരും, ഇല്ലെന്ന് പറയുന്നതല്ല. ചില അനിവാര്യമായ സന്ദർഭങ്ങളിൽ ഗത്യന്തരമില്ലാതെ അത് വഹിക്കും. ഇപ്പൊ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും, നിങ്ങൾ എനിക്ക് ഒഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷെ ആപ്പാക്ക്, ഉമ്മാക്ക്, മകന്, മകൾക്ക്, അടുത്ത ബന്ധുവിന് എന്തെങ്കിലും ആപത്വം സംഭവിച്ചാൽ നമ്മളെന്ത് ഉറക്കമൊഴിയില്ലേ? അപ്പൊ നമുക്ക് പറ്റാത്ത പണിയും ചില സമയത്ത് ചെയ്യും, നിർബന്ധ സാഹചര്യത്തിൽ ചെയ്യും. സാധാരണഗതിയിൽ അതിന് ലമ്മ് സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ലമ്മ് എന്ന് പറഞ്ഞാൽ അവസാനം വരുമ്പോൾ ലമ്മ് സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ലമ്മ് പോയിട്ട്, ലമ്മുള്ള യാ പോയിട്ട് അതിന് തന്മീൻ ഉണ്ടായിരുന്നു, ആ തന്മീൻ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കൊടുക്കും. അങ്ങനെയാണ് മുവല്ലിൻ, മുസല്ലിൻ, ഹാദിൻ അങ്ങനെയൊക്കെ വരുന്നത്. വലിയുൻ എന്നുള്ളത് അതല്ലല്ലോ. അപ്പൊ രണ്ട് യായുണ്ട്, രണ്ടുപേരും കൂടെ ചുമക്കുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, മുവല്ലിഹ അതാണ് പൊതുതത്വം കേട്ടോ. പൊതുതത്വം യാ ലമ്മിന് സ്വീകരിക്കില്ല എന്നതാണ്. മുവല്ലിഹ ഫസ്തബിഖുൽ ഖൈറാത്ത്. അതുകൊണ്ട് നന്മയുടെ കാര്യത്തിൽ മത്സരിച്ച് മുന്നേറുക. അപ്പൊ എവിടെ ഒരു നന്മയുണ്ടോ അവിടെ മത്സരിച്ച് മുന്നേറണം. എവിടെ നന്മയുണ്ടോ അവിടെ മത്സരിച്ച് മുന്നേറണം. രണ്ട് നന്മ കണ്ടാലോ? രണ്ട് നന്മ കണ്ടാൽ താരതമ്യേന കൂടുതൽ നന്മ ഏതാണ് അതിലേക്കാണ് മുന്നേറേണ്ടത്. അപ്പൊ നമ്മള് പരസ്പരം താരതമ്യം ചെയ്യാൻ നന്നായി പഠിക്കണം, ചിന്തിക്കണം. ഇബ്ലീസ് നമ്മെ പരാജയപ്പെടുത്തുന്നത് അവിടെയാണ്. ഇബ്ലീസ് എന്ത് ചെയ്യും? നമ്മളൊരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറയും, ഇതൊരു നല്ല കാര്യമാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങും. കാരണം നല്ല കാര്യം ചെയ്യുന്ന ആളെ പിന്തിരിപ്പിക്കുക, അതിൽ നിന്നും മാറ്റാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് നല്ല വേറൊരു കാര്യം കൊണ്ട് കൊടുക്കും. നമുക്കിപ്പോൾ ഇത് ചെയ്യാം എന്ന് പറയും. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മികച്ച നന്മ ഏതാണ്, മുൻഗണന അർഹിക്കുന്നത് ഏതാണ് എന്ന് നോക്കിയിട്ട് അതിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ കുറേശ്ശെ ആയിട്ട് ഇബ്ലീസ് നമ്മെ മൊത്തത്തിൽ പിന്തിരിപ്പിച്ച് കളയും. ഫസ്തബിഖുൽ ഖൈറാത്ത് ഐനമാ തകൂനു. ഐനമാ തകൂനു, എവിടെ ആയിരുന്നാലും. ഐനമാ എന്ന് പറയുന്നത് ഐനമാ ഒരുമിച്ചും വരും, വേറെയും വരും. ശ്രദ്ധയും നോട്ട് ചെയ്ത് വെക്കുക. ഐനയും മായും കൂടെ ഒരുമിച്ചും വരും, ഐനയും മായും വേറെയും വരും. അതെങ്ങനെ ആയിരുന്നാലും അതിന്റെ അർത്ഥം എവിടെ ആയിരുന്നാലും എന്നാണ്. ഐന എവിടെ, ഐനമാ തകൂനു, നിങ്ങൾ എവിടെ ആയിരുന്നാലും. അള്ളാഹ് നിങ്ങളെ കൊണ്ടുവരും. നിങ്ങൾ മരിച്ച് കടലില് പോയി അവിടെ മത്സ്യം തിന്നു, മത്സ്യത്തിന്റെ വയറ്റിൽ പോയി ദഹിച്ചു പോയാലും, മണ്ണിൽ നിങ്ങളെ മറമാടി പുഴുക്കൾ തിന്ന് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നാലും, നിങ്ങളെ ചുട്ട് ചാമ്പലാക്കി പോയാലും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കത്തിപ്പോയാലും, നിങ്ങൾ കത്തിക്കപ്പെടുകയോ കത്തിപ്പോവുകയോ ചെയ്താലും, എന്ത് സംഭവിച്ചാലും യഅ്തിബിക്കും, അള്ളാഹ് നിങ്ങളെ കൊണ്ടുവരും. ജമീഅൻ, എല്ലാവരെയും, ഒരുത്തനെയും ഒഴിവാക്കുകയില്ല. ഒരുത്തരെയും ഒഴിവാക്കാതെ എല്ലാവരെയും കൊണ്ടുവരും. യഅ്തി ബിക്കും, അത്താ ബി കൊണ്ടുവന്നു. യഅ്തി ബിക്കുമുള്ള, അള്ളാഹ് നിങ്ങളെ കൊണ്ടുവരും. ജമീഅൻ, എല്ലാവരെയും.
ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണ്. അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവൻ. നിങ്ങൾക്ക് ഒരു നിർദ്ദേശം കിട്ടുന്നുണ്ടല്ലോ എല്ലാ ആഴ്ചയും. നിങ്ങളുടെ മൈക്ക് കൺട്രോൾ റൂമിൽ നിന്നും ഓഫ് ചെയ്തതായിട്ട് കണ്ടാൽ നിങ്ങൾ ഓൺ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും കുഞ്ഞു കരഞ്ഞാൽ ഇവിടെ കേൾക്കും. ഓക്കെ. ومن حيث خرجت فولي وجهك شطر المسجد الحرام. ومن حيث خرجت, നീ പോയ ദിക്കിൽ, മിൻ ഹൈസു, ഹൈസു പോലെ, ഖറജിത്ത നീ പുറപ്പെട്ടു. നീ എവിടെ പുറപ്പെട്ടാലും, നീ എങ്ങനെ പുറപ്പെട്ടാലും, ഖറജിത്ത ഫവല്ലി വജ്ഹക, നീ നിന്റെ മുഖം തിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ എന്താ പറഞ്ഞത്? സയഖൂലു സ്വഹാബു മിനൻ നാസി മാ വല്ലാഹു മിൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് എന്ന് പറഞ്ഞു. അയിനമാ തുവല്ലു ഫസമ്മ വജ്ഹു, നിങ്ങൾ എങ്ങോട്ട് തിരിച്ചാലും അവിടെ അള്ളാഹിന്റെ മുഖം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്ന് വിചാരിച്ച് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് ഞങ്ങൾ നിസ്കരിച്ച് കളയരുത്. വമിൻ ഹൈസു ഖറജിത ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം. നീ പുറപ്പെട്ട രീതിയിൽ, മിൻ ഹൈസു ഖറജിത, നീ പുറപ്പെട്ട രീതിയിൽ, ഫവല്ലി വജ്ഹക, നീ തിരിക്കുക, നിന്റെ മുഖത്തെ തിരിക്കുക. ഉസ്താദെ വജിഹക്കും വല്ലിക്കും രണ്ടും തിരിച്ചു തന്നെ അർത്ഥം ആണോ? വജ്ഹിന്റെ അർത്ഥം എന്താ? വജ്ഹത്തു വജ്ഹിയ, വജഹത്തു ഞാൻ തിരിച്ചു, വജിഹിയ എന്റെ മുഖം. എന്റെ മുഖം. അപ്പൊ വജ്ഹക്ക എന്ന് പറഞ്ഞാൽ നിന്റെ മുഖം. വല്ലി എന്ന് പറഞ്ഞാൽ തിരിക്കൂ, അപ്പൊ നീ തിരിക്കൂ. വജ്ജഹ എന്ന് പറഞ്ഞാലാണ് തിരിച്ചു കേട്ടാ. അപ്പൊ വജ്ജഹ് വജ്ഹക്ക എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷെ അവിടെ ഒരു വ്യത്യാസ ഉണ്ടാവില്ല, താളാത്മകത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വല്ലി വജ്ഹക്ക എന്ന് പറഞ്ഞത്. വജ്ജഹത്ത് വജ്ഹിയ എന്ന് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് അതിന് കുഴപ്പമൊന്നും കാണുന്നില്ല. വജ്ജഹ് വജ്ഹക്ക എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ ഖുർആൻ പഠിക്കുമ്പോഴത്തേക്ക് അത് ആ കാര്യങ്ങൾ കൂടെ നോക്കണം. താളാത്മകത, സാഹിത്യം, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇത് അള്ളാന്റെ കലാം അങ്ങനെ തന്നെ പറയണം. അള്ളാഹ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ലക്ഷ്യം അതിനുണ്ടാവും. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല, മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. വല്ലി വജ്ഹക ശത്റൽ മസ്ജിദി. അപ്പൊ എന്താണ്? മസ്ജിദിന്റെ നേരെ. നേരത്തെ പറഞ്ഞു തഹ്ത ഫൗക എന്നൊക്കെ പറയുന്ന പോലെയാണ് നേരെ. ശത്റൽ മസ്ജിദി, മസ്ജിദിന്റെ നേരെ. ഏത് മസ്ജിദ്? മസ്ജിദിൽ ഹറാം, അൽ മസ്ജിദിൽ ഹറാം, വിശുദ്ധമായ മസ്ജിദ് അഥവാ മസ്ജിദ് കഅബയുടെ നേരെ തിരിക്കുക. വഇന്നഹു ലൽ ഹഖ്, വഇന്നഹു ലൽ ഹഖ് മിർ റബ്ബിക്. നേരത്തെ പറഞ്ഞല്ലോ അൽ ഹഖ് മിർ റബ്ബിക് ലാ തകൂനന്ന മിനൽ മുംതരിൻ. ഇവിടെ വീണ്ടും പറയാണ് വഇന്നഹു ലൽ ഹഖ് മിർ റബ്ബിക്, തീർച്ചയായും അത്, ലൽ ഹഖ് സത്യം തന്നെയാണ്, മിർ റബ്ബിക താങ്കളുടെ രക്ഷിതാവിന്റെ. അഥവാ ഈ പറയുന്ന വചനങ്ങൾ, ഈ കൽപ്പനകൾ എന്താണ്? താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. എന്ത് പറഞ്ഞു? മസ്ജിദുൽ അഖ്സയിൽ നിന്നും മുഖം, മസ്ജിദുൽ അഖ്സയിൽ നിന്നും കിബില മാറ്റി മസ്ജിദുൽ ഹറാമിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഇതില് സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത്ര നാളും മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സയിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. ഇപ്പോൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാൻ പറഞ്ഞു. അപ്പൊ മദീനയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നേരത്തെ കിഴക്കോട്ടായിരുന്നു, നേരത്തെ പടിഞ്ഞാറോട്ടാണ് തിരിഞ്ഞ് നമസ്കരിച്ചത്. ഇപ്പോൾ കിഴക്കോട്ട് തിരിയുകയാണ്. അപ്പൊ നേരത്തെ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചു? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തിരിയുന്നത്. അപ്പൊ അതിലൊന്നും യാതൊരു സംശയവും വേണ്ടതില്ല. അത് ഉറച്ചു നിൽക്കുന്ന ആരാണ് എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. നിങ്ങൾ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിയണം. മാത്രമല്ല ഇതിപ്പോൾ ഫൈനൽ
തീരുമാനമാണ്. അതുകൊണ്ട് വലിയ വജഹക്ക ഷത്റുൽ മസ്ജിദ് ഹറാം, മസ്ജിദ് ഹറാമിന്റെ നേരെയാണ് മുഖം തിരിക്കേണ്ടത്. അത് യാഥാർത്ഥ്യം തന്നെയാണ്, താങ്കൾ രക്ഷിതാക്കളിൽ നിന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലു, അല്ലാഹ് എന്തല്ല ഗാഫിൽ, അശ്രദ്ധൻ. ശ്രദ്ധനല്ല. ശ്രദ്ധനില്ല. എന്താ അതിന്റെ മാദി മുതാരി എന്താ? അഫല യഗ്ഫിലു. ഗഫല യഗ്ഫിലു. യഗ്ഫുലു, ഗഫല യഗ്ഫുലു. ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വഅംതിഅതികും എന്ന സൂറത്തുൽ നിസായിൽ വരുന്നു. അപ്പൊ അതിന്റെ മുതാരി അവിടെ കിട്ടും, അപൂർണക്രിയ. അപ്പൊ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹ് അശ്രദ്ധനല്ല എന്ന് എടുത്തു പറയുന്ന കാര്യം എന്താണ്? നിങ്ങളുടെ മനസ്സിലിരിപ്പും നിങ്ങളുടെ പ്രവൃത്തിയും ഒക്കെ എന്താണ്? അള്ളയും റസൂലും കൽപ്പിച്ച മാതിരിയാകാം. അതല്ലാതെ നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ച് പുറമെ വേറൊന്ന് പ്രവർത്തിച്ചാൽ അതിനെക്കുറിച്ച് അള്ളാഹ് കഴിയും. അതേപോലെ നിങ്ങളുടെ പ്രവർത്തനം ഇങ്ങനെയാണ്, മനസ്സിൽ വേറൊന്നാണെങ്കിലും അള്ളാഹ് അറിയും എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന്. അള്ളാഹ് നന്നായിട്ട് അറിയും. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹ് അറിയും. വീണ്ടും പറയുകയാണ്, വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഒരിക്കൽ കൂടി പറയാണ്, നേരത്തെ പറഞ്ഞു വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു, വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. എങ്ങനെ പുറപ്പെട്ടാലും, നീ എവിടെ പുറപ്പെട്ടാലും, നീ പുറപ്പെട്ടതായ നിലയിൽ എന്ത് ചെയ്യുക? മസ്ജിദ് ഹറാമിലേക്ക് മുഖം തിരിക്കുക. ഹൈസുമാ കുന്തും, ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ എങ്ങനെയായിരുന്നാലും, വല്ലു വുജൂഹക്കും ശത്റാഹു, നിങ്ങളുടെ വുജൂഹ് എന്താണ്? വജഹിന്റെ ജമ്മ്. അതെ, ജമ്മാണ്. നിങ്ങളുടെ മുഖങ്ങളെ ഈ ഹറാമും ഹലാലും പിന്നെ മസ്ജിദുൽ ഹറാമും ആ രണ്ടും ഒരുപോലെ തോന്നുന്നു. എന്താ അങ്ങനെ രണ്ടും ഒരുപോലെ തോന്നുക? ഹറാമു ഹലാലും എന്നുള്ള അതും പിന്നെ മസ്ജിദുൽ ഇവിടെ ഹറാം. എന്താണ് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ? അള്ളാഹ് വിലക്കിയ സംഗതികളെല്ലാം വിലക്കപ്പെട്ട സംഗതികളാണ്, വിലക്കപ്പെട്ടതാണ്, വിലക്കപ്പെട്ട സ്ഥലമാണ് അവിടെ. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം എല്ലാ സ്ഥലത്തും പാടില്ല തന്നെ, പക്ഷെ ഇവിടെ പ്രത്യേകിച്ചും പാടില്ല. അതേപോലെ നമുക്കറിയാം മസ്ജിദിൽ അനുവദനീയമല്ലാത്ത വേറെ ചില സംഗതികളുണ്ട്, മസ്ജിദിൽ മാത്രമാണ് അനുവദനീയമല്ലാത്ത. അതേപോലെ മസ്ജിദുൽ ഹറാമിലും എന്താണ്? അനുവദനീയമല്ലാത്തവ അനുവദനീയമല്ല. അപ്പൊ ആ നിലയ്ക്കാണ് എന്ത് പറയുന്നത്? മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറയും? പരിശുദ്ധമായ മസ്ജിദ്, അല്ലെ? അപ്പൊ വിശുദ്ധ ഗേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ കാര്യങ്ങൾ വിലക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നതിന് ആ സ്ഥലത്ത് കിബില എന്നുള്ളതിന് ശരിക്കും അർത്ഥം എന്താ? കിബില എന്നുള്ളതിന്റെ നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി തീർന്നില്ല. ആയിക്കോട്ടെ. ആ പ്രദേശത്തെ എന്ത് ചെയ്യും? മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞ ആ ഏരിയ എന്ന് പറയും ഹറം എന്ന് പറയും. വിശുദ്ധമായ സ്ഥലം അല്ലെങ്കിൽ ഹറാമാക്കപ്പെട്ട സ്ഥലം, വ്യക്തികൾ ഹറാമാക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ വിശുദ്ധമായ ഏരിയ. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ബൗണ്ടറി നിശ്ചയിച്ചിട്ടുണ്ട്. ആ ബൗണ്ടറി ചിലപ്പോൾ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെന്താ ചോദ്യം? പിന്നെന്താ പറഞ്ഞ? കൈബില എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ശരിക്കുള്ള അർത്ഥം എന്താ? കിബില എന്നുള്ളതിന്റെ അർത്ഥം? കിബില എന്ന് പറഞ്ഞാൽ എന്താണ്? കബില മുമ്പ്, കബില മുമ്പ്. കിബില എന്ന് പറഞ്ഞാൽ മുന്നിടുന്ന ഭാഗം. എങ്ങോട്ടാണോ മുന്നിടുന്നത്, ആ മുന്നിടുന്നതിന്റെ ഒരു 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 സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തിനാണ് കിബില എന്ന് പറയുന്നത്. പിന്നിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാനം നിശ്ചയിച്ചിട്ട് ആ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്തിനാണ് കിബില എന്ന് പറയുന്നത്. ഈ മാന്ന് ചില സ്ഥലത്ത് നെഗറ്റീവ് ആയിട്ടും ചില സ്ഥലത്ത് എന്താണ്? നിങ്ങളെ മൈക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നു? അതെ. അപ്പൊ ഹെഡ്സെറ്റിന്റെ വായ ഹെഡ്സെറ്റിന്റെ അടുത്ത് വെച്ച് പറയും. പറഞ്ഞോ.
മാ വരുന്ന സമയത്ത് ചില സമയത്ത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് മാ അപ്പൊ നമ്മൾ എവിടെയാണ് നെഗറ്റീവായിട്ട് വരുന്നത്, എവിടെയാണ് പോസിറ്റീവായിട്ട് വരുന്നത് എന്ത് ചെയ്യണം? നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളെ കുട്ടികളെ സ്കൂളിൽ വിട്ടാൽ അവിടെ സ്കൂളിലെ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? കുട്ടികളെ അറിയാൻ പറ്റുമോ? നാളെ മുതൽ ഞങ്ങളെ കുട്ടികൾ ഈ തുണിയൊന്നും ഇട്ടുകൊണ്ട് വരുന്നില്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകുന്ന തുണി ഇട്ടുകൊണ്ട് പോകുന്നുള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും പേരന്റ് പറയാറുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ കുട്ടിയാണോ എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നിങ്ങളെല്ലാം അറിയാൻ പറ്റൂ. അതല്ല നാളെ യൂണിഫോം ഇടാതെ പോകുന്നുണ്ടോ നിങ്ങളുടെ കുട്ടികളെ? അപ്പൊ നിരന്തരം, അതായത് നമ്മൾ ഭാഷ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അത് അറിയാൻ പറ്റും, അല്ലേ? നമ്മൾ അവനൊരു കൊട്ടു കൊടുത്തതെന്ന് പറഞ്ഞാൽ എന്ത് പറയും? അവനൊരു കൊട്ടു കൊടുത്തിരിക്കുകയാണെന്ന് പറയും. അത് ഇനി അതൊന്നാകെ കൊട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാലോ? അതൊന്നാകെ കൊട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാലോ വേറെ അർത്ഥമാണ്. ആ ഡോറിനൊരു കൊട്ടി കൊടുക്കെന്ന് പറഞ്ഞാലോ അത് വേറെ അർത്ഥമാണ്. അപ്പൊ എല്ലാ ഭാഷകളിലും എന്തുണ്ട്? മലയാളത്തിലൊരു ഒരു ചൊല്ലുണ്ട്, മൂത്രമൊഴിച്ചുണ്ണുക മോരൊഴിച്ചുണ്ണരുതെന്ന് പറയും. എന്താ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായത്? മൂത്രമൊഴിച്ചുണ്ണുക, മൂത്രം ഒഴിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക. മൂത്രം ഒഴിച്ച് ഭക്ഷണം ഒഴിച്ചതിന് കഴിക്കരുത്. ശേഷമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. മോര് ഒഴിച്ച് ഒഴിച്ച് ഭക്ഷണം ഭക്ഷണം കഴിക്കരുത് കഴിക്കരുത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോര് ഒഴിവാക്കി ഒരു ഭക്ഷണം കഴിക്കരുത്. മോരില്ലാതെ കഴിക്കരുത്. അപ്പോ ഒന്ന് ഒഴിക്കുന്നതിന് വെള്ളം ഒഴിക്കുന്നു എന്ന അർത്ഥമാണ്. രണ്ടാമത് ഒഴിച്ചു എന്നതിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നാണ്. അപ്പൊ എങ്ങനെ അറിയാന്ന് ചോദിച്ചാല്, അപ്പൊ ഈ പറഞ്ഞത് കോമൺ സെൻസിനെ അറിയാൻ പറ്റുള്ളൂ, വേറെ ഒരു ഗ്രാമറിൽ നിന്ന് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? ഇത് ഭാഷയിലെ പ്രയോഗങ്ങളാണ്. ഇത് ഭാഷയിൽ അങ്ങനെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു അറബി ഖുറാനിൽ മാത്രമുള്ള സംഭവമല്ല. നിങ്ങൾ അവിടെ ചെന്നാൽ അറബികൾ യഥേഷ്ടം ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ നിരന്തരം ഉപയോഗിച്ച് വരുമ്പോൾ മാത്രമേ അതറിയാൻ പറ്റൂ. ഇനി വേറൊരു സംഗതി, നമ്മൾ ഇത്രയും കോംപ്ലിക്കേഷൻ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ഖുർആാനിനെ സംബന്ധിച്ചുള്ള നമ്മൾ ആദ്യം പഠിക്കുന്നത് ഖുർആനാണ്. നാം പഠിച്ചിട്ട് അറബിയിലേക്ക് പോവാം. ഖുർആനിൽ എന്തുണ്ട്? 6236 സൂക്തങ്ങൾ, 604 പേജസ്. ഇതെല്ലാം എന്താണ്? ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. നമ്മൾ ഡോക്ടർ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് എത്ര പേജ് പഠിക്കണം? ഓട്ടെ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എത്ര പേജ് പഠിക്കണം ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി? ഒരു പരീക്ഷയ്ക്ക് എത്ര പേജ് പഠിക്കണം? ഒരു പരീക്ഷ നമ്മൾ ആനുവൽ എക്സാം വരുമ്പോൾ എത്ര പേജ് പഠിക്കണം? നമ്മളിത് എല്ലാം കൂടെ എത്ര വർഷം കൊണ്ട് പഠിക്കുന്നത്? നമ്മൾ പഠിച്ച തീരില്ല. ഖുർആൻ മനസ്സിലായില്ല എന്ന് പറയും. ആ മനസ്സിലായില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു കേട്ടോ, നമ്മൾ പൊതുവിലൊരു സംഗതി പറഞ്ഞതാണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാകും എന്ന് വിചാരിച്ചാൽ, മനസ്സിലാകണം എന്ന് വിചാരിച്ചാൽ മനസ്സിലാകും. ഇംഗ്ലീഷിൽ എത്രയോ വാക്കുകളുണ്ട്, നമ്മൾ ഒരിക്കലും സ്പെല്ലിങ് നമുക്ക് ടൈപ്പ് ചെയ്താൽ കിട്ടൂല. നമ്മളിപ്പം എല്ലാം ഓട്ടോമാറ്റിക് സ്പെൽ ചെക്കർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ചന്നം അങ്കിള് ഒക്കെ പറഞ്ഞാല് എന്താ വിചാരിക്കുക? നമ്മള് ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിയോട് ചോദിച്ചു, അങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ മോനെ മീനിങ് എന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞ എന്താ അർത്ഥം അറിയാം? അർത്ഥം എന്തായിരിക്കും അർത്ഥം? അങ്കിൾ എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ ഫ്രണ്ടാണെന്ന് പറയും. കാരണം വീട്ടിൽ വരുന്നവരൊക്കെ എന്താ പറയാ? മോനെ ആ അങ്കിൾ വന്നല്ലോ, ഈ അങ്കിൾ വന്നല്ലോ എന്ന് പറയും. അപ്പോ ഫാദറിന്റെ ഫ്രണ്ടിനാണ് അങ്കിൾ. പ്രൈമറി അല്ല, ഒരു UP ലെവലിൽ പഠിക്കുന്ന കുട്ടിയാണ്. 5-6 സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചത്. എനിവേ, എവിടെ എത്തി? വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹു. അപ്പൊ വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹു, നിങ്ങൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും, ഫവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ
തിരിക്കുക, ഷത്രഹു അതിന്റെ നേരെ, മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിക്കുക. ഇതിനു വേണ്ടി ലിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജത്ത്. എന്തിനാണ്? ലിഅല്ലാ യകൂന ലിന്നാസി ജനങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി. ലി അൻ ല. അപ്പം നേരത്തെ നമ്മള് എന്താ പറഞ്ഞത്? മായും മാ ചേർന്നും അല്ലാതെ വരുമെന്ന് പറഞ്ഞില്ലേ? ഏത് വാക്കായിരുന്നത്? ഐനമ. ഐനമ പറഞ്ഞപ്പോഴത്തെ പറഞ്ഞു ഐന വേറെയും മാ വേറെയും വരും, പിന്നെ ഐനമ ഒരുമിച്ചും വരും എന്ന് പറഞ്ഞു. അതേപോലെ അന്നും ലായും വേറെ വരും, ഒരുമിച്ചും വരും. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? അല്ല ഒരുമിച്ചാണ്. അല്ല ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് നൂനുണ്ടാവില്ല. അല്ല ഒരുമിച്ച് വരുമ്പോൾ നൂനുണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ അന്ന് വേറെയും ലാ വേറെയും ആയിരിക്കും. അപ്പൊ ഇവിടെയും എന്താണ്? ഇവിടെയും നേരത്തെ നമ്മൾ മസ്ജിദുൽ ഹറാമിലേക്ക് മുഖം തിരിക്കാൻ പറഞ്ഞതുപോലെ അത് എവിടെയാണ് വേറെ എഴുതേണ്ടത്, എവിടെയാണ് ചേർത്ത് എഴുതേണ്ടത് എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. ചില ബൈത്തുകളുണ്ട്. ചില ആൾക്കാർ തജ്വീദ് പഠിക്കുമ്പോഴത്തേക്ക് ജസരിയൊക്കെ പഠിക്കുന്ന പറഞ്ഞില്ലേ? ജസരിയൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്: എവിടെയെല്ലാം ഏതെല്ലാം വാക്കുകൾ മുറിച്ചും ചേർന്നും വരും, അപ്പൊ എവിടെയെല്ലാം ചേർത്ത് എഴുതാം, എവിടെയെല്ലാമാണ് വേറെ എഴുതേണ്ടതെന്ന് കൃത്യമായി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മാത്രമേ എന്ത് ചെയ്യാവൂ? ചേർത്ത് എഴുതാവൂ. മറ്റു സ്ഥലങ്ങളിൽ ചേർത്ത് എഴുതാൻ പാടില്ല. അപ്പൊ ഇവിടെ എന്താണ്? അല്ല എന്നത് ചേർത്താണ് ഉള്ളത്. അല്ല യകൂന ലിന്നാസി ജനങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി. ലായക്കൂന ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി. ലിന്നാസ് ജനങ്ങൾക്ക് ഇല്ലാതിരിക്കുന്നത്. അലൈക്കും നിങ്ങളുടെ മേൽ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഹുജ്ജത്തുൻ തെളിവ്. നിങ്ങൾക്കെതിരെ ഒരു തെളിവും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ നേരെ തിരിയണം. അപ്പൊ എന്താണ്? ഇസ്ലാമിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം സ്പെസിഫിക് ആണ്, ഖണ്ഡിതമാണ്, കൃത്യമാണ്. നിങ്ങൾ വേറെ ഏത് ആരാധന രീതി എടുത്ത് നോക്കി, അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവും? കോംപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ഇവിടെ കോംപ്ലിക്കേഷൻസ് ഇല്ല. അള്ളാഹ് എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാന്റെ മുഖം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? നിങ്ങൾ അങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമസ്കരിച്ച് കളയരുത്. കൃത്യമായി നിങ്ങൾ അതിന്റെ നേരെ തന്നെ തിരിയണം. എന്താണ്? തിരിയുന്നതിന് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ട്. ഇപ്പൊ തിരിയുന്നതിന് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഇല്ലെങ്കിൽ എങ്ങോട്ട് തിരിയും? അമേരിക്കയിലുള്ളവന് എങ്ങോട്ട് തിരിയണം? എന്തായിരിക്കും അവസ്ഥ? അല്ല ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളവൻ എങ്ങോട്ട് തിരിയണം? എല്ലാവരും കിഴക്കോട്ട് തിരിയണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവർക്കൊരു ദിക്കില്ല എന്നാണ് അർത്ഥം. ഒരു ലൊക്കേഷൻ ഇല്ല, സ്പെസിഫിക് ലൊക്കേഷൻ. അതേസമയം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഉണ്ട്. ആ സ്പെസിഫിക് ലൊക്കേഷനിലേക്കാണ് എല്ലാവരും തിരിയുന്നത്. നിങ്ങൾ അങ്ങോട്ട് കുറച്ചു പേര് അങ്ങോട്ട് തിരിയും, കുറച്ചു പേര് ഇങ്ങോട്ട് തിരിയും. ചിലർ ജനങ്ങൾക്ക് നേരെ തിരിയും, ചിലർക്ക് നേരെ ജനങ്ങൾക്ക് അഭിമുഖമായി തിരിയുകയില്ല. എല്ലാവരും ഒരേ ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കണം. അപ്പൊ ജനങ്ങൾക്ക് കാണാൻ പറ്റില്ല മറ്റുള്ള നേതാവ് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പൊ ചിലർ പറയും ജനങ്ങൾക്ക് നേരെ അഭിമുഖമായിട്ട് നിൽക്കണം നേതൃത്വം കൊടുക്കുന്ന ആള്. നേതൃത്വം കൊടുക്കുന്ന ആള് അങ്ങോട്ട് തിരിഞ്ഞാൽ എല്ലാവരും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അയാളുടെ പറയുന്നത് എന്താണെന്ന് എങ്ങനെ അറിയും? അപ്പൊ അതുകൊണ്ട് അങ്ങനെ തെളിവുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരേ ദിശയിലേക്ക് എപ്പോഴും എവിടെ ആയിരുന്നാലും എങ്ങനെ ആയിരുന്നാലും ആ ദിശയിലേക്ക് തിരിയണം. അലൈക്കും ഹുജ്ജത്തുൻ പ്രമാണം തെളിവില്ലാതിരിക്കുന്നതിന് വേണ്ടി. ഇല്ലല്ലദീന ളലമൂ മിൻഹും അക്രമികൾ, അവരിലുള്ള അക്രമികൾക്ക് ഒഴികെ എന്ന് പറഞ്ഞാൽ അക്രമികൾ എന്തായിരുന്നാലും എന്തെങ്കിലും കുശാഗ്ര ബുദ്ധിയിൽ എന്തെങ്കിലും പ്രമാണങ്ങൾ എന്തെങ്കിലും സംഗതികളെ കൊണ്ടുവന്ന് കാണിക്കും. അതുകൊണ്ട് ഇല്ലല്ലദീന ളലമൂ മിൻഹും അവരെന്നുള്ള അക്രമികൾക്ക് ഒഴികെ എന്ന് പറഞ്ഞാൽ അക്രമികൾ എന്തായിരുന്നാലും പല തെളിവുകൾ കള്ളപ്രമാണങ്ങളും കൊണ്ടുവന്നേക്കാം. എല്ലാ തഖ്ശൗഹും, ഡോണ്ട് വറി അബൌട്ട് ദം, അവരെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടരുത്. ലാ തഖ്ശൗഹും, അവരെ ഭയപ്പെടരുത്. വഖ്ശൗനി, എന്നെ ഭയപ്പെടുക. വഖ്ശൗനി, അപ്പൊ അവരെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുക. കള്ളപ്രമാണങ്ങൾ കൊണ്ടുവരുന്നവരെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. അവരുടെ കള്ളപ്രമാണങ്ങൾ എന്നായിരുന്നാലും പരാജയപ്പെടും.
അക്ഷൗനി, നിങ്ങൾ ഭയപ്പെടേണ്ടത് ഒരേ ആളേ ഉള്ളൂ, അത് ഞാനാണ്, അത് അള്ളയാണ്. അള്ള അല്ലാതെ വേറെ ആരെയും ഭയപ്പെടാൻ പാടില്ല. വലി ഉതിമ്മ നിഅമതി അലൈക്കും, അതെന്താണ്? നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. നിങ്ങൾക്കൊരു സ്പെസിഫിക് ലൊക്കേഷൻ നിശ്ചയിച്ചു തരുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. എവിടെ പോയി എങ്ങോട്ട് തിരിയണം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് കൃത്യമായി നിർണ്ണയിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ആ ദിശയൊക്കെ എവിടെ ചെന്നാലും കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലേ? അതില്ലായിരുന്നെങ്കിൽ അതിന്റെ ഉപകരണത്തിന്റെ സംഭവം തന്നെ ഉണ്ടാവില്ല. എന്തുണ്ട്? അത് കൃത്യമായി നോക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അതല്ലെങ്കിലും, ആ സംവിധാനം ഇല്ലെങ്കിലും കണ്ടെത്താനുള്ള പോംവഴികൾ വേറെയും ഒരുപാടുണ്ട്. പക്ഷോനി വലിയ ഉത്തിമ്മ ഞാമത്തി. അപ്പൊ എന്താണ്? ഒരു സ്പെസിഫിക് ലൊക്കേഷൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് നിങ്ങളുടെ അനുഗ്രഹം. വലിയ ഉത്തിമ്മ ഞാമത്തി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തരുന്നതിന് വേണ്ടി, പൂർത്തിയാക്കി തരുന്നതിന് വേണ്ടി. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ വഴിയറിയാത്തവരായി ഉഴലുന്നവരാകാൻ പാടില്ല. എന്ത് ചെയ്യണമെന്ന്, എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗപ്രാപ്തരാകുന്നതിന് വേണ്ടി. ഇതാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നിർമ്മിതമായ ഒരു വ്യവസ്ഥാപിതമായ ഒരു ആരാധന രീതിയും ജീവിത പദ്ധതിയും കർമ്മ പദ്ധതിയും സൈദ്ധാന്തികമായും അതേപോലെ തന്നെ പ്രാക്ടിക്കലായും ഉള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ എപ്പോഴും മറ്റുള്ളവർക്ക് എന്താണ്? മറ്റുള്ളവർക്ക് കണ്ണുണ്ട്, അവരെ പിടിക്കില്ല, അവർക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാം തികഞ്ഞ ഒരാൾ മറ്റുള്ളവരാരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമുക്ക് ഒന്നിനും ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. എല്ലാ സംഗതികളും നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹിന്റെ കിതാബിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മളെന്താണ്? സന്മാർഗപ്രാപ്തരാണ്. എല്ലാ നിലയ്ക്കും സന്മാർഗപ്രാപ്തരാണ്. നമ്മൾ സന്മാർഗപ്രാപ്തി എന്ന് പറയുമ്പോൾ ഓക്കെ ദീൻ ഇസ്ലാമിൽ എത്തിച്ചേർന്നു, ദീൻ ഇസ്ലാമിൽ എത്തിച്ചേർന്നു എന്ന ഒറ്റ വാക്കല്ല, മറിച്ച് എന്താണ്? എല്ലാം കൊണ്ടും സമ്പൂർണമായ ഒരു വ്യവസ്ഥിതിയിലാണ്. അല്ലയോ അക്മൽതുലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഇന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി തന്നിരിക്കുന്നു. അല്ലയോ അക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്ത് തന്നിരിക്കുന്നു, കംപ്ലീറ്റ് ആക്കി തന്നിരിക്കുന്നു എല്ലാ നിലയ്ക്കും. അക്മല അതമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും കഴിഞ്ഞാൽ പിന്നെ അപ്പുറം വേറെ ഒന്നുമില്ല. ഇതെല്ലാം അടങ്ങുന്ന ഒന്നിൽ നമ്മൾ നിലകൊള്ളുന്നു എന്നതാണ് നമ്മൾ ഹിദായത്തിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ്. അതുകൊണ്ടാണ് ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗപ്രാപ്തരാകുന്നതിന് വേണ്ടി. ലഅല്ല ഉപയോഗിച്ചിട്ട് എന്തിനാണ്? അതിന് വേണ്ടി എന്ന അർത്ഥത്തിലാണ്, അയക്കാം എന്നല്ല. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും, കമാ അർസൽനാ ഫീക്കും, നിങ്ങളിലേക്ക് നാം അയച്ച പ്രകാരം. ആരയച്ചു? റസൂലൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തന്നെ ഒരു ദൂതനെ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൂതൻ. നിങ്ങൾ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം അവസ്ഥകൾ ഉണ്ടാകുമോ അതേ അവസ്ഥകളിലെല്ലാം അനുഭവിക്കുന്ന, അതേ അവസ്ഥകളിലെല്ലാം ജീവിക്കുന്ന തത്തുല്യനായ ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾക്ക് ദൂതനായി ചെയ്യുന്നത്. അതാണ് റസൂലൻ എന്ന് പറയുന്നതിന് പകരം റസൂലൻ മിൻകും എന്ന് പറയുന്നത്. അത് ഒരു മലക്കിനെ ആണെങ്കിൽ അയച്ചതെങ്കിൽ മലക്കളോട് നമ്മൾ പറയും നിങ്ങൾക്ക് ഭാര്യയില്ല, മക്കളില്ല, അതേപോലെ നിങ്ങൾക്ക് ആഹാരം വേണ്ട, കുടിയും തീനും ഒന്നും വേണ്ട, നമ്മുടെ കാര്യം അതേപോലെയാണോ? ഞങ്ങൾക്ക് മക്കളുണ്ട്, തിന്നണം, കുടിക്കണം, തികച്ചും വ്യത്യസ്തമാണ്. അതേസമയം ഒരു റസൂലിനെ അയച്ചു തന്നത് നമ്മെ പോലെ തന്നെ എല്ലാ സംഗതികളുമുള്ള, എല്ലാ ഫീലിങ്സുമുള്ള, എല്ലാ നിലയ്ക്കുമുള്ള മാനുഷികമായ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തിത്വത്തെയാണ് റസൂൽ അയച്ചത്. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും. യത്ലുവിന്റെ മാവി എന്താണ്? അതിന്റെ ക്രിയാധാതു എന്താണ്? അപ്പൊ ഖറ എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷെ എന്താണ്? തലാ യത്ലുവിന് എന്തുണ്ട്?
വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ, തലായത്തിന് കറ എന്ന അർത്ഥമുണ്ട്, അതോടൊപ്പം പിന്തുടരും. ഇത്തബ എന്ന അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ പിന്തുടർന്നുകൊണ്ട് വായിക്കാൻ, അല്ലെങ്കിൽ പിന്തുടരാൻ വേണ്ടി വായിച്ചു കൊടുക്കുന്നത്. റസൂൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വായിച്ചു തരുന്നു. എന്തിനു വേണ്ടി വായിച്ചു തരുന്നു? നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി. യത്ലു അലൈക്കും ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം നിങ്ങൾക്ക് വായിച്ചു തരുന്നു. യസക്കീക്കും, റസൂൽ എന്ത് ചെയ്യുന്നു? പിന്നെ നിങ്ങളെ സംസ്കരിക്കുന്നു, പ്യൂരിഫൈ ചെയ്യുന്നു. നിങ്ങളെ കഴുകി ശുദ്ധിയാക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്ത് ചെയ്യാണ്? യുസക്കീക്കും, നിങ്ങളെ സംസ്കരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ മാലിന്യമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ കളങ്കമുണ്ട്, ആ കളങ്കങ്ങൾ ശുദ്ധീകരിക്കുന്നു. അസൂയ, കുശുമ്പ്, പക, വിദ്വേഷം, ദേഷ്യം, അതുപോലെ പല ദുർഗുണങ്ങളുമുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും ശുദ്ധീകരിക്കുക. പിശുക്ക്. യുഅല്ലിമുക്കുമുൽ കിതാബ്, നിങ്ങൾക്ക് ആൽ കിതാബ് പഠിപ്പിച്ചിരുന്നു, ദൈവിക ഗ്രന്ഥം. ഫൈനൽ ടെസ്റ്റ്മെന്റ് ഏതാണ്? ആ ദൂതൻ വന്ന സമയത്തുള്ള കിതാബാണ് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് അൽ കിതാബ് എന്ന് പറയുന്നത്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്താണ്? ഫൈനൽ ടെസ്റ്റ്മെന്റ് ആണ്, അന്തിമ വേദഗ്രന്ഥമാണ്. ആ കിതാബ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. വൽ ഹിക്മത്ത്, നിങ്ങൾക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു തരുന്നു. പിന്നെ പറഞ്ഞു വയുഅല്ലിമുക്കും, വയുഅല്ലിമുക്കും, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. മാ, ഒന്നിനെ, ലം തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലാത്തതായ. ലം തകൂനു, നിങ്ങൾ ആയിട്ടില്ല, തഅലമൂൻ, അറിയുന്നവർ. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാതിരുന്ന സംഗതിയെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾക്ക് അറിവില്ലാത്തതിനെ പഠിപ്പിച്ചു തരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആൽ കിതാബ് പഠിപ്പിച്ചു തരുന്നു. പിന്നെ നിങ്ങളെ സംസ്കരിക്കുന്നു. ഇത് കൂടാതെ നിങ്ങൾക്ക് തരുന്ന ഒരു സംഭവമാണ് എന്ത്? അൽ ഹിക്മത്ത്. അൽ ഹിക്മത്ത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രാർത്ഥിക്കും, നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പ്രാർത്ഥിക്കും, നമുക്ക് രോഗം മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കും, നമുക്ക് അന്നം തരണമെന്ന് പ്രാർത്ഥിക്കും, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭൗതികമായ സാഹചര്യങ്ങൾക്ക് പ്രാർത്ഥിക്കും. ഹിക്മത്ത് തരാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹിക്മത്ത് അല്ലാഹ് തന്നെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെ അകക്കണ്ണ് തുറക്കണം. ബുദ്ധിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു സംഗതിയാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. തത്വജ്ഞാനം എന്ന് നമ്മൾ പറഞ്ഞാലൊന്നും, മലയാളത്തിലെ പറഞ്ഞാലൊന്നും എന്ത് ചെയ്യില്ല, അത് പൂർണ്ണമായ ഒരു പരിഭാഷയാവുകയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഹിക്മത്ത് നമ്മൾ പറയുമ്പോൾ തത്വജ്ഞാനം എന്നൊക്കെ പറയാം, അർത്ഥം പറയാൻ നേരത്ത് പറയാം. പക്ഷെ അതിനപ്പുറമുള്ള ഒരു സംഭവമാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് വേണമെങ്കിൽ യുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽപ്പെടുത്താം. ഹിക്മത്ത് അതിനും അപ്പുറം ഉള്ള വേറൊരു സംഭവമാണ്. ഫിലോസഫിക്കും അപ്പുറമുള്ള വേറൊരു ജ്ഞാനമുണ്ട്, അതാണ്. അതുകൊണ്ടാണ് ഹിക്മത്ത് ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ഹിക്മത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന് വലിയ നന്മയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ആതിന ഹിക്മതൻ എന്നെപ്പോഴും, ആതിന ഹിക്മത എന്നെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കൂടെ പ്രാർത്ഥിക്കണം. ഹിക്മത്ത് തരണമേ, നമ്മുടെ അകക്കണ്ണ് തുറക്കണമേ, എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള അറിവ് എനിക്ക് പുറത്തേക്ക് കൊണ്ട് തരണമേ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? അറിവുണ്ട്. അള്ളാഹ് മുമ്പ് നമുക്ക് ബോധനം നൽകിയ അറിവുകൾ, അൽഹമഹ ഫുജൂറഹ വ തഖ്വഹ എന്നൊക്കെ കിടക്കുന്ന ആ അറിവുകളുണ്ട്. അപ്പൊ അറിവ്, അത് ഹിക്മത്ത് എങ്ങനെ ആർജിക്കാമെന്ന് പറഞ്ഞാൽ, നമ്മൾ കോണ്ടംപററി ആയിട്ടുള്ള ആനുകാലികമായ വിഷയങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മുടേതായ ഒരു അനുമാനത്തിലെത്തണം. ആനുകാലികമായ വിഷയങ്ങൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ഒരു അനുമാനത്തിലെത്തണം. എന്നിട്ട് നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ പരന്ന് വായിക്കണം. ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ എന്ന് പറഞ്ഞു. നീ വായിക്കാന്ന് പറഞ്ഞു. എന്ത് വായിക്കാന്ന് പറഞ്ഞു? എല്ലാം വായിക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലാം വായിക്കണം. പിന്നെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നല്ലത് പിൻപറ്റണം. അപ്പൊ നമ്മളൊരു ഒരു സംഭവ വികാസം ഉണ്ടായി, നമ്മളൊരു വിശകലനം നടത്തി, നമ്മളൊരു തീരുമാനത്തിലെത്തി, ഇങ്ങനെ ആയിരിക്കാമെന്ന് നമ്മൾ കരുതി അതിന് സംബന്ധം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആശയം
തെറ്റാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? നമ്മൾ പരന്ന വായന ഉണ്ടാകുമ്പോൾ അത് ശരിയാണോ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശകലനത്തെ നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം. അപ്പൊ എന്റെ ശരിയായ ദിശയിലാണോ പോകുന്നത് എന്ന് നോക്കണം. പിന്നീട് പലപ്പോഴും അതിനെക്കുറിച്ചുള്ള റിസൾട്ട് വരും, അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് വരും, അതിന്റെ അത് സംബന്ധമായി അതിന് എന്ത് സംഭവിച്ചു എന്ന് അതിന്റെ പിന്നീട് അതിന് എന്ത് സംഭവിച്ചു നമുക്ക് വാർത്ത വരും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരും, അതിന്റെ വിശകലനം ചെയ്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വരും. അപ്പൊ അതിൽ നമുക്ക് വിശകലനം നമ്മൾ തീരുമാനിച്ചതാണോ അവിടെ എത്തിച്ചേർന്നത് എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ വിശകലനം നടത്തിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? നമുക്ക് വിശകലന ശേഷി വർദ്ധിക്കും. അതിലൂടെ ഒരുപക്ഷെ ഹിക്മത്തിലേക്ക് എത്താം. ഞാൻ ഒറ്റയടിക്ക് അങ്ങനെ എത്തുമെന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ പലപ്പോഴും അങ്ങനെ എത്തിച്ചേരാൻ കഴിയും. അപ്പോ ഹിക്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാലം തക്കൂനു, നിങ്ങൾക്ക് വയ്യാലിമുക്കും മാലം തക്കൂനു താലമുൻ, അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഫദ്കുറൂനി. അപ്പൊ ഇത് ആണ് ഒരു റസൂലിന്റെ ദൗത്യം. അപ്പൊ റസൂലിന്റെ ദൗത്യം എന്താണോ അതാണ് പ്രബോധകന്മാരുടെ ദൗത്യം. ഇനി റസൂൽമാര് അമ്പിയ വരികയില്ല, റസൂല് വരികയില്ല. അതുകൊണ്ട് ഇനി എന്താണ്? അൽ ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാരാണ് നബിമാരുടെ അനന്തരാവകാശികൾ. അപ്പൊ നബിമാരെന്താണ് ചെയ്തിരുന്നത് അതാണ് പ്രബോധകന്മാര് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ട ദൗത്യങ്ങൾ ഇതാണ്. യത്ലു അലൈഹിം ആയാത്തിന എന്ന് പറഞ്ഞു. അപ്പൊ അടിസ്ഥാനപരമായും അവര് ഖുർആനും സുന്നത്തുമാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഖുർആനും സുന്നത്തുമാണ് പ്രബോധകന്മാർ അടിസ്ഥാനമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലൂടെ എന്താണ് റിസൾട്ട് ഉണ്ടാകേണ്ടത്? അവരുടെ ദുസ്വഭാവങ്ങളിൽ നിന്നും അവരെ നമസ്കരിക്കണം. അതേപോലെ തത്വജ്ഞാനം അവരെ പഠിപ്പിക്കണം. അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ വല്ലിമുക്കും മാലം തക്കൂന്ന് താലമൂൻ, അറിവില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നമ്മൾ ഒരു മനുഷ്യൻ തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരാളാകണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? അയാളുടെ അറിവില്ലായ്മ അകറ്റണം. നമ്മൾ വിചാരിക്കും അയാൾക്ക് അറിവില്ലായ്മ എന്ന് പറയുന്നത് തൗഹീദിനെ കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രമാണ് അറിവില്ലായ്മ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് ബോധോദയം ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് ഹിക്മത്ത് വേണം. അപ്പൊ ആ ഹിക്മത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലിമുക്കും മാലം തക്കൂന്ന് താലമുൻ, അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ചു കൊടുക്കണം. അയാൾക്ക് ഭൗതിക വിജ്ഞാനം ഇല്ലെങ്കിൽ അതും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് മനസ്സിലാവുള്ളൂ? തൗഹീദ് എന്താണെന്ന് അറിയാൻ പറ്റൂ. തദ്കുറൂനി അദ്കുറുക്കും. പിന്നെന്ത് പറഞ്ഞു? നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കുക. ഇതെന്താണ്? ഇതൊരു ഫിലോസഫിയാണ്. അള്ള നമ്മളെ ഓർത്തുകൊള്ളാം എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളെ ഓർക്കാം, ഞാൻ നിങ്ങളെ ഓർക്കാം, ഞാൻ നിങ്ങളെ ദിക്ർ ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ട്. അക്മി സ്വലാത്തടി ദിക്രി എന്ന് പറഞ്ഞു. എന്നെ ഓർക്കുന്നതിനോട് നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞു. ഖുർആൻ ഒക്കെയും ദിക്റാണ്. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആൻ മുബീൻ. ഇതെന്താണ്? ഇതൊരു ദിക്റാണ്. ഏറ്റവും വലിയ ദിക്ർ എന്താണ്? ഖുർആനാണ്. നമ്മൾ വിചാരിക്കും, ചില ആൾക്കാർ വിചാരിക്കും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാൻ പള്ളിയിൽ നിന്ന് കുറേ നേരം ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദിക്ർ. സാധ്യതയ്ക്കനുസരിച്ചാണ് ബാധ്യത വരുന്നത്. ഒരാൾക്ക് ദിക്ർ ഖുർആൻ പഠിക്കാനുള്ള അവസ്ഥയില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വ്യവസ്ഥയില്ല, അതുപോലുള്ള സംഗതി അതിന്റെ ചട്ടക്കൂടും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ അയാൾക്ക് പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അയാൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ടിരിക്കുക. മറിച്ച് ഖുർആൻ പഠിക്കാനും അതിനുവേണ്ടിയുള്ള അതിൽ വ്യാപൃതമാകാനും ഉള്ള അവസരങ്ങളുള്ള ആളെന്ത് ചെയ്യണം? അതിന് വ്യാപൃതമാവുകയും അതിൽ പഠനവും മനനവും നടത്തുകയും തദബ്ബുർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതാണ് ഇൻഹുവ ദിക്റുൻ ഖുർആൻ മുബീൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഓർക്കുകയാണ് ഞാൻ നിങ്ങളെ ഓർക്കാവുന്ന പറഞ്ഞത്. അഷ്കുറൂലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക. ലാ തക്ഫുറൂൻ. അപ്പോ ലാ തക്ഫുറൂൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ കാഫിറായിരുന്നെന്നാണോ? ലാ തക്ഫുറൂ, നിങ്ങൾ നന്ദികേട് കാണിക്കരുത് നീ എന്നോട്. അപ്പൊ ഇവിടെ നീയുടെ കൂടെ ഒരു യാ ഉണ്ടായിരുന്നു. ആ യാ എന്ത് ചെയ്തു? ലോപിച്ചിട്ടുണ്ട്. ആയത്തുകളുടെ അവസാനത്തിൽ വരുന്നിടത്തൊക്കെയും യാ ലോപിച്ചിട്ടുണ്ടാവും.
ലക്കും ദീനക്കും വലിയ ദീനീ എന്നാണ്, എന്റെ ദീൻ. ഇവിടെ എന്താ ലാ തക്ഫുറു, നീ യാ ഒരു മുത്തക്കല്ലിമാണ് ലോപിച്ചിട്ടുള്ളത്. എന്നോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നന്ദികേട് കാണിക്കരുത്. ശുക്രിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, കുഫർ. ഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കണം. ലാ തക്ഫുറു, നിങ്ങൾ ചെയ്യരുത്, നന്ദികേട് കാണിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്ർ, നിങ്ങൾ സബർ കൊണ്ട് സഹായം തേടുക. എന്താ സബർ? എന്താണ്? ക്ഷമ. ആര് പറഞ്ഞെന്ന്? നീ ഇതുവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ല അല്ലേ? ഇവിടെ ഞാൻ ചാറ്റ് GPT നോക്കി സബറിന്റെ അർത്ഥം എന്താണ്. അവർ പറഞ്ഞിരിക്കുന്നതാണ് ആ സബറു സഹനമാണ്. അസ്സിബാതു വത്തഹമ്മലു അല ത്വാഅതി വൽ ഇബ്തിലാഅതി. അള്ളയെ അനുസരിച്ച് ജീവിക്കുന്നതിനും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം, ഉറച്ചു നിൽക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സബർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സബറുള്ള ആള് വിജയിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം സബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമിച്ചാളാന്ന് പറയുന്നതല്ല, അതിനു വേണ്ടിയുള്ള മെനക്കേട്, അതിനു വേണ്ടിയുള്ള സഹനം, ആ ഭാരം സഹിക്കണം, ആ ഭാരം വഹിക്കണം, പ്രയാസം തരണം ചെയ്യണം. അതിനാണ് എന്ത് പറയുന്നത്, സബർ എന്ന് പറയുന്നത്. അങ്ങനെ പ്രയാസം തരണം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, സഹായം ചോദിക്കേണ്ടത്. അതല്ലാതെ വെറുതെ അനങ്ങാതിരുന്നിട്ട് സ്റ്റൈനും അല്ല സഹായിക്കണേ എന്ന് പറഞ്ഞാൽ പോരാ. നമ്മളൊരു മാർഗത്തിൽ എന്ത് ചെയ്യണം, പോരാത്രം പണിയെടുക്കണം, പ്രയാസം സഹിക്കണം, അങ്ങനെ എന്നിട്ട് സഹായം ചോദിക്കണം. പിന്നെന്ത് ചെയ്യണം, നമസ്കാരം കൊണ്ട് നമസ്കരിക്കുക. എന്ത് ചെയ്യണം, മസ്ജിദ് വക്കത്തരുത്, നീ സുജൂദ് ചെയ്യുക, നീ സാമീപ്യം നേടുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരാൾ ചോദിച്ചു, അല്ലയോ റസൂലെ, താങ്കളുടെ കൂടെ സ്വർഗത്തിൽ വസിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നീ എന്ത് ചെയ്യണം, സുജൂദ് വർദ്ധിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം താമസിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ എന്ത് ചെയ്യണം, സുജൂദ് വർദ്ധിപ്പിക്കും. അസ്തഈനു ബിസ്സബ്രി വസ്സലാ. പിന്നെന്ത് പറഞ്ഞു, അതേപോലെ ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസയിൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വത്വാഇഫത്തുൻ മിനൽ ലദീന മഅക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, യാ അയ്യുഹൽ മുസ്തമിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, ഖുമിൽ ലൈല, രാത്രി നിന്ന് നമസ്കരിക്കുക, ഇല്ലാ ഖലീല, കുറച്ച് സമയം ഒഴിച്ചു, ഔ നിസ്ഫഹു, അല്ലെങ്കിൽ പകുതി, അൻഖുസ് മിൻഹു ഖലീല, അല്ലെങ്കിൽ കുറച്ചോ എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാം, സുജൂദ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് സഹായം ചെയ്യും. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, തീർച്ചയായും അള്ളാഹു ആരുകൂടെയാണ്? ആര് പറഞ്ഞു? സഹനശീലരുടെ കൂടെ. നമ്മുടെ പുസ്തകത്തിൽ എവിടെയെങ്കിലും ക്ഷമാലുക്കൾ സഹനശീലരുടെ കൂടെയാണ്. അള്ളാഹ് സഹനശീലരുടെ, സഹിക്കാൻ സന്നദ്ധമായവരുടെ കൂടെയാണ്. അതെ, പക്ഷെ ഈ ക്ഷമ എന്ന് പറയുന്നത് സഹിക്കാനുള്ള ഒരു ശീലത്തിനല്ലേ ക്ഷമ എന്ന് പറയാ? അങ്ങനെയും പറഞ്ഞു. മലയാളത്തിൽ എല്ലാ ക്ഷമയും ആ ക്ഷമയല്ല. പേഷ്യൻസിനും അപ്പുറം വേറെ ചില സഹനങ്ങളുണ്ട്. ഉസ്താദെ, ആമീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താ ശരിക്കും? വലല്ലാലീൻ ആമീൻ, ആമന വിശ്വസിച്ചു എന്നല്ലേ? അപ്പൊ ആമീന്റെ അർത്ഥം എന്താ? ആമന എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആമീൻ പോലെയാണോ? അതെന്താന്ന് മനസ്സിലായില്ല. വലല്ലാലീൻ എന്ന് പറയുമ്പോ ആമീന്റെ അർത്ഥം എന്താണ്? എന്താ അർത്ഥം നിങ്ങൾ പഠിച്ചു വെച്ചത്? അറിയില്ല. ഉത്തരം നൽകണേന്നാ? എന്താണ്? സ്വീകരിക്കണേന്നാണോ? ആണോ? എനിക്കറിയില്ല.
ആമീൻ എന്നത് എന്താണ്? ആമീൻ. ആമീൻ നമ്മൾ ചില വാക്കുകൾ അങ്ങനെ തന്നെ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അതേപോലെ ഒരു വാക്കാണ് ആമീൻ എന്നത്. അതെന്താണ്? അത് ഉറച്ച പദമാണ്. മറിച്ച് ഉറച്ച പദമാണ്. അതേസമയം അതിനെന്താണ്? ക്രിയയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനാ രൂപമാണ്. കൽപ്പന ക്രിയ എല്ലാം എന്താണ്? പ്രാർത്ഥന രൂപമാണ്. പ്രാർത്ഥനാ രൂപങ്ങളെല്ലാം കൽപ്പനാക്രിയ രൂപത്തിലാണ്. ആ രൂപമാണ് അതിനുള്ളത്. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ആമീൻ എന്ന വാക്കിന് വേറെ ഒരു രൂപഭേദങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അത് ഉറച്ച പദമാണ് എന്ന് പറയുന്നത്. ആമനമ്മെന്ന് വന്നല്ലേ? അതാണ് പറഞ്ഞത്. അതിന് വേറെ ഈ ആമീൻ എന്ന വാക്കിന് വേറെ രൂപഭേദങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് വേറെ ഒന്നിൽ നിന്നും മറിഞ്ഞു വന്നതല്ല. പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയില്ലേ? അസ്സലാമു അലൈക്കും അതിന്റെ അർത്ഥം പിന്നെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, പിന്നെ അസ്സലാമു അലൈക്കും, താങ്കളുടെ മേൽ സമാധാനം, രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ എന്നല്ലേ? അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണല്ലോ. അപ്പൊ അസ്സലാം നമ്മള് പിന്നെ ആരോടാണ് ഇത് പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ എപ്പോഴും പറയുന്നത് നമ്മൾ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയില്ലേ? അപ്പൊ നമസ്കരിക്കുമ്പോൾ നമ്മൾ എവിടെയാ ഉള്ളത്? നമസ്കരിക്കുമ്പോൾ നമ്മൾ എവിടെയാ ഉള്ളത്? അള്ളാഹിന്റെ മുന്നിൽ. അതായത് ഈ സംഭവം സംഭവിക്കുന്നത് എവിടെ വെച്ചായിരുന്നു? ആദ്യം മേറാജ് പോകുന്ന സമയത്താണ് അല്ലേ? നമ്മളൊരു മേറാജാണ്. അതാണ് അസ്വലാത്ത് മേറാജിൽ മുഅ്മിൻ എന്ന് പറയുന്നത്. നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യന്റെ സത്യവിശ്വാസിയിൽ എന്താണ്? മേറാജാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഇപ്പോൾ അവിടെയാണ്. എവിടെയാണ്? അവിടെയും കയറി പൊയ്ക്കളയത് കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ വേറെ ലോകത്തൊന്നും കടന്നു പൊയ്ക്കളെ. നമ്മളെ മനസ്സിലുണ്ടാകേണ്ടത് അതാണ്. ഞാനിപ്പോൾ അള്ളാന്റെ മുന്നിലാണ്. തിരുശിരതാരിച്ചെല്ലാം അള്ളാന്റെ മുന്നിൽ നിന്ന് സംഭാഷണം നടത്തിയത് ആ സന്ദർഭം ഓർമ്മ വരണം. നമ്മൾ പറഞ്ഞെല്ലാം തീർന്നിട്ട് എന്ത് ചെയ്യുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹിനോട് നമ്മൾ സലാം പറയുന്നത്. അപ്പൊ അള്ളാഹിനോട് അള്ളാന്റെ സമാധാനം വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതെന്താണ്? നമ്മൾ അടുത്തിരിക്കുന്ന ആളിനോട് സലാം പറഞ്ഞിട്ടും ആകാം. അപ്പൊ അടുത്താരും ഇല്ലെങ്കിലോ? നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നെങ്കിലോ? ഒറ്റയ്ക്കാണ് നമസ്കരിക്കുന്നവർ പോലും നമ്മൾ ആയിക്കോട്ടെ, മലക്കളോട് സലാം പറയാം. നമ്മൾ ഒരു സമൂഹത്തിലാണ് ഉള്ളതെന്നുള്ള ചിന്ത ഉണ്ടാകണം. ലോക മുഅ്മിനുകൾക്കെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ കയ്യും കെട്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തഹിയ്യാത്ത് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെ നിന്നാലും എന്നെപ്പോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന അതേ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, ഞാൻ ഇരിക്കുന്ന അതേ ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും സലാം. അസ്സലാമു അലൈക്കും. അത് ഭയങ്കര സംഭവമാണ് യഥാർത്ഥത്തില്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാ. നമ്മൾ മെഡിറ്റേഷൻ നല്ല സംഭവങ്ങളൊക്കെ പറയുമല്ലോ. അതിലൊന്നും കിട്ടാത്തൊരു സംഭവമാണിത്. നമ്മളെ വേറെ ഒരു ദർജയിലേക്ക്, വേറൊരു പദവിയിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. നമ്മളെപ്പോഴും ആ തറയിൽ തന്നെ ഇരുന്ന് കളയരുത്. നമ്മൾ ചിലപ്പം ഹറമിലൊക്കെ പോയി തിരക്കേറിയ സ്ഥലത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ സുജൂദ് ചെയ്യുമ്പോ കഅബയുടെ വാതിലിന്റെ മുന്നിലാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത്. നമ്മൾ നിന്ന് നമസ്കരിക്കുമ്പോ എന്നോടൊപ്പം നിന്ന് നമസ്കരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മലക്കുകളുണ്ട്, ആൾക്കാരുണ്ട്. ഞാൻ തിരിഞ്ഞിരിക്കുന്ന അതേ ദിശയിൽ ഒരുപാട് ആൾക്കാർ തിരിഞ്ഞ് നമസ്കരിക്കുന്നുണ്ട്. എന്റെ പിന്നിലുണ്ട്. വേറെ ചില ആൾക്കാർ ഇപ്പൊ സലാം പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ. വേറെ ചില ആൾക്കാർ ഇപ്പൊ ബാങ്ക് വിളിക്കുന്നേ ഉള്ളൂ. വേറെ ചില ആൾക്കാർ അന്ന് ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. വേറെ ചില ആൾക്കാർ ഇക്കാമത്ത് വെക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ ഓരോ ആൾ ചിന്തിച്ചു നോക്കിയേ, 1 by 1 ആയിട്ട്, അല്ലെങ്കിൽ 1 after another ആയിട്ട്, ഒന്നിൽ പറയുക ഒന്നായിട്ട്, ഒരാളുടെ പിന്നിൽ വേറൊരാളായിട്ട്, ഒരു സമൂഹം ഒറ്റയടിക്ക് ഒരേ രീതി ചിന്തിച്ചുകൊണ്ട്
ഇത് വേറെ ഒരു മതസമൂഹത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇടതലമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമൂഹത്തിന്റെ ഭാഗത്താണ് ഞാനും ഉള്ളത്. ആ കൂട്ടത്തിലാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ മലക്കുകൾക്ക്, സത്യവിശ്വാസികൾക്ക്, കൂടെയുള്ളവർക്ക്, നേരത്തെ നിസ്കരിച്ച് പോയവർക്ക്, ഇനി നിസ്കരിക്കാൻ വരുന്നവർക്ക് അള്ളാഹയോട് നമ്മൾ സമാധാനം പറയുന്നു, സലാം പറയുന്നു. സമാധാനം, സമാധാനം. അത് നമ്മളെ മനസ്സിൽ വരണം. ഇതിൽ നബി അള്ളാഹു ഒന്നും ഇല്ലല്ലോ. നബി അള്ളാഹുവിനെ അങ്ങനല്ലോ. നബിക്കും അള്ളാഹുക്കും വേണ്ടിട്ട് സലാം പറ, അങ്ങനല്ലല്ലോ. നബിക്കും വേണ്ടി പറഞ്ഞു, എല്ലാവർക്കും എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിക്കും നമ്മൾ സലാം പറയുന്നു. നമ്മൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ റസൂലുള്ളാഹിക്ക്. എനിക്ക് തോന്നിയത് നബിക്ക് പറയാന്നാ എനിക്ക് വരെ തോന്നിയത്. സലാം വീട്ടുമ്പോ പറയുന്നത് നബിക്ക് മാത്രമല്ല. നമ്മൾ നബിക്ക് മാത്രം സലാം പറയുന്നുണ്ടല്ലോ അത് നമസ്കാരത്തിനകത്ത്. സലാം അലൈക അയ്യുഹൻ നബി. നബി എനിക്ക് അർത്ഥം മനസ്സിലായി നമ്മൾ അർത്ഥം ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ബോധോദയം ഉണ്ടാവുമല്ലോ. ആ ബോധോദയം ഉണ്ടായ സമയത്ത് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ആ സമയത്ത് സലാം അലൈക അയ്യുഹൻ നബി എന്ന് പറയാം. നമ്മൾ റസൂലിനോട് നേരിട്ട് പറയുന്ന പോലെയാണ്. അത് എല്ലാ നബിമാർക്കും പറയാ മുഹമ്മദ് നബിക്ക് മാത്രമാണോ അയ്യുഹൻ നബി? അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ നമ്മളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. പിന്നെ ബാക്കി നബിമാർക്കെല്ലാം പറയുന്നില്ലേ വേറെ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അത് മുഹമ്മദ് നബിനെ പ്രത്യേകം പറയുന്നുണ്ടല്ലോ നമ്മളതില്. അതെ, മുഹമ്മദ് നബി പ്രത്യേകം പറയുന്നുണ്ട്. ഇബ്രാഹിം നബിനെയും മുഹമ്മദ് നബിനെയും. നിസ്കാരത്തിന് മാത്രം ഒരു ദിവസം ക്ലാസ് എടുക്കണം. ഏത് നിസ്കാരത്തിന് മാത്രമായിട്ട് നമസ്കാരം വന്ന് പഴയ വാട്സപ്പ് ക്ലാസ്സിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് കൂടിയ സമയത്ത് ഒരു ടീച്ചർ പറഞ്ഞതാ, അന്ന് നമ്മള് നമസ്കാരത്തിന്റെ ക്ലാസ് ഇടയ്ക്കുണ്ടായിരുന്നു. അത് ബേസിക് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ബേസിക് ക്ലാസ്സിന്റെ തുടക്കത്തിൽ എന്തായിരുന്നു, നമ്മൾ ഡിപ്ലോമ ചെയ്യാൻ പോവുകയാണ്, അതിന്റെ ഭാഗമായിട്ട് നമസ്കാരത്തിലെ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെസ്സേജ് നിങ്ങൾ കിട്ടിയില്ലായിരുന്നോ? നിങ്ങൾ വെബിനാർ മാത്രം പഠിച്ചോണ്ടാ, നിങ്ങൾ വാട്സപ്പ് പഠിച്ചില്ല, അതുകൊണ്ടാ. നമുക്ക് കിട്ടിയായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രാർത്ഥനകളൊക്കെ അർത്ഥം അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉസ്താദ് നിങ്ങൾ വാട്സപ്പ് മാത്രം പഠിച്ചോണ്ടാ, നിങ്ങൾ വെബിനാർ മാത്രം പഠിച്ചോണ്ടാ, വാട്സപ്പിലും പഠിക്കും. ഞാൻ ഒരിക്കൽ പറഞ്ഞു പോയതിന്റെ എഫക്റ്റ് ഒന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ ഒരാൾ ഇങ്ങനെ പറയുമ്പോഴാണ് ഇങ്ങനെ സംഭവം എഫക്റ്റീവ് ആയിരുന്നല്ലോ എന്ന് വിചാരിക്കും. ഞാൻ ചില സമയത്ത് വിചാരിക്കും അത് ഒരുപാട് നീണ്ടുപോയെന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ട് പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞില്ല. നമ്മുടെ വെബിനാർ ക്ലാസ് വരുമ്പോൾ നമുക്ക് ലിമിറ്റഡ് 60 മിനിറ്റേ ഉള്ളൂ. ഇന്നത്തെ പോലെ എല്ലാ ക്ലാസ് ഇത്രയും സമയമൊന്നും ആൾക്കാർ കേട്ടിട്ടിരിക്കില്ല. ഇപ്പൊ നമ്മള് 8:30 തുടങ്ങിയിട്ട് 10 ആരും പോകുന്നില്ല. ഉസ്താദെ ഒരു ഡൗട്ട് എപ്പോഴും ഉള്ള ഒരു ഡൗട്ടാണ്. പിന്നെ നമസ്കാരത്തില് കുറച്ച് ഡൗട്ട് ഇനി ബാക്കിയുള്ളത് അടുത്ത പ്രാവശ്യം ചോദിക്കാൻ പറ്റും കേട്ടോ. ചില സമയത്ത് ഇതൊന്ന് പറയണേ ഉസ്താദെ, ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് സൂറത്ത് ഓതി കഴിയുമ്പോൾ ചിലപ്പോ മറന്നു ഫാത്തിഹ ഓതിയോന്നൊരു ഡൗട്ട് വരും. പക്ഷെ നമ്മൾ ഓതിയിട്ടുണ്ടാവും, അപ്പോൾ വീണ്ടും നമുക്ക് ഫാത്തിഹ ഓതാമോ ഡൗട്ട് ഉണ്ടെങ്കിൽ? അതിന്റെ കർമ്മശാസ്ത്ര വശം പറഞ്ഞാൽ നമുക്ക്, അതായത് ഇപ്പം അൽ ഫാത്തിഹ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതാണ്. നമസ്കാരത്തിൽ നിർബന്ധമായും പാരായണം ചെയ്യേണ്ടത് അൽ ഫാത്തിഹ. അപ്പൊ അത് മറന്നുപോയോ, ഞാൻ ഓതിയോ ഇല്ലേ എന്ന് സംശയമുണ്ടായാൽ എന്ത് ചെയ്യണം? വീണ്ടും ഓതണം. ഓതിയോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായാൽ അതിന്റെ അർത്ഥം ഇല്ല എന്നാണെങ്കിൽ അത് കുറഞ്ഞതിന് എടുക്കുക എന്നാണ് അതിന്റെ തത്വം. അപ്പൊ കുറഞ്ഞതാണെങ്കിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ഓതണം. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാല്, നമ്മൾ എന്തിനാണ് നമസ്കാരത്തിന് മുമ്പ് പിന്നെ റവാത്തിബ് സുന്നത്ത് വെച്ചിരിക്കുന്നത്? നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സുന്നത്ത് നമസ്കാരം വെച്ചിരിക്കുന്നത് എന്തിനാണ്? അതിന്റെ കേടുകളൊക്കെ കഴിയാൻ വേണ്ടി. ആ കേടുകൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ഇത് നമ്മളെ മൈൻഡ് ഫ്രഷ് ആകാൻ വേണ്ടിയാണ്. അപ്പൊ ഒന്നു എടുക്കാൻ നമ്മൾ വെച്ചിരിക്കുന്നു. ചിലര് എപ്പോഴും ഒന്നു സൂക്ഷിക്കുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമസ്കാരത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഗെറ്റ് റെഡി ഫോർ ദ പ്രേയർ. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷയുടെ അവസാന സമയം വരെ വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ജസ്റ്റ് ആ സെക്കൻഡ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ പരീക്ഷയാലും 3 മണിക്കൂറത്തെ പരീക്ഷയാണെങ്കിൽ
ആ 3 മണിക്കൂർ മാത്രം പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും പറ്റുമോ? പറ്റൂല. എല്ലാവരും ചെയ്യുന്ന പറഞ്ഞാൽ പരീക്ഷയുടെ ആ സെക്കൻഡ് വരെ എന്ത് ചെയ്യും? പഠിച്ചോണ്ടേയിരിക്കുകയായിരിക്കും. എന്നിട്ടാണ് പിന്നെ അപ്പൊ എന്ത് ചെയ്യും? നിർബന്ധമായിട്ടും പേപ്പർ ബുക്ക് എല്ലാം വെളിയിടാൻ പറയുന്ന സമയത്താണ് പേപ്പറും ബുക്കും എല്ലാം വെളിയിട്ടിട്ട് പരീക്ഷ എഴുതുന്നത്. നമ്മൾ അന്നത്തെ സമയത്ത് ഇന്ന് ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂർ മുമ്പ് ഹാളിൽ പ്രവേശിക്കണം. അതിന് മുമ്പ് തന്നെ എല്ലാ ബുക്കൊക്കെ വെളിയിടണം. അപ്പോൾ നമ്മൾ ഒരു നിസ്സാരമായ ഒരു സംഗതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ആ സെക്കൻഡ് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരു വലിയ സംഭവമാണ് നമ്മൾ അള്ളയെ ഓർമ്മിക്കാൻ വേണ്ടി പോകുമെന്ന് പറയുന്നത്. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം നമ്മൾ ഫ്രീ ആകണം. നമ്മൾ എന്ത് ചെയ്യണം? അതിന് മൈൻഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യണം? ഫ്രീ ആക്കണം. മൈൻഡ് നമ്മൾ കുറച്ചാണ് വിചാരിക്കുന്നത് നമ്മൾ ഈ പണി ഞാൻ ചെയ്യുന്നില്ല, അതായത് ഇപ്പൊ പണി നിർത്തി, ഇനി എന്റെ പണി നമസ്കാരമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതുവരെയുള്ള എല്ലാം ഷട്ട് ഡൗൺ ചെയ്യണം. കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്യുന്ന പോലെ, മൊബൈൽ ഫോൺ ക്ലോസ് ചെയ്യുന്ന പോലെ ഷട്ട് ഡൗൺ ചെയ്യണം. ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ ഇനി നമസ്കാരത്തിലേക്കാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഒതു എടുക്കുന്നത്. അതിന്റെ മുൻഗണന, അതിന്റെ പിന്നെ മുന്നൊരുക്കമാണ് ഒതു. അപ്പൊ എന്താണ്? നമ്മളെല്ലാ സംഗതിയും അതെല്ലാം മറന്നു. അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ നമസ്കാരത്തിന് വേണ്ടിയുള്ള ചിന്തയാണ്. അപ്പൊ നമസ്കാരത്തിന്റെ ഫർളിന് മുമ്പ് എന്ത് ചെയ്യുന്നു? സുന്നത്ത് നമസ്കരിക്കുന്നു. അപ്പൊ എന്താണ്? വീണ്ടും മെയിനിലേക്ക് എത്തുന്നതിന്, പ്രധാന ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ വീണ്ടും മൈൻഡ് ഫ്രഷ് ആക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. സുന്നത്ത് നമസ്കാരത്തിലൂടെ ആണെങ്കിൽ അവിടെയും നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. പക്ഷെ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ അതിലൂടെ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ് സമാധാനം, പിന്നെ മൈൻഡ് ബ്രേക്ക് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടാണ് ഫർള് നമസ്കാരത്തിൽ വരുന്നത്. എന്നിട്ട് പിന്നെ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുന്നു? നമ്മൾ ഈച്ച് ആൻഡ് എവരി വേർഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കുമ്പോൾ ഓരോ വാക്കും നമ്മൾ അള്ളയോട് പറയുകയാണെന്നുള്ള സംഭാഷണം നടത്തുകയാണെന്ന് വിചാരിക്കണം. നമ്മൾ പറയുകയാണ്, നമ്മൾ അള്ളയോട് ഒരു കാര്യം പറയുകയാണ്. ജാക്ക് നഅ്ബുദു ജാക്ക് നസ്തഈൻ. ഓരോ വാക്കും നമ്മൾ പറഞ്ഞു നോക്കിയേ. നമ്മൾ നമസ്കാരത്തിൽ റബ്ബി അഗ്ഫിർലി വർഹംനി ഓരോ വാക്കും പറഞ്ഞു നോക്കണം. നമ്മൾ ഓരോ വാക്കിന്റെ അർത്ഥം നോക്കി ഓരോ വാക്കും നമ്മുടെ മനസ്സിലൂടെ വരണം. പോവുകയാണെങ്കിൽ നമ്മക്ക് തോതിയില്ലാന്ന് ഓരോ വാക്കും നമ്മുടെ വാക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാലും നമ്മക്ക് അല്ല, അങ്ങനെ ആവുമ്പോഴേ നമ്മക്ക് പിന്നെ തോന്നൂല. ഇടയ്ക്കൊക്കെ വിട്ടുപോയാലും ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ഇടയ്ക്കൊക്കെ വിട്ടുപോയാലും നമുക്ക് ഒരു ആയത്തിന്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റും. ചിലപ്പോൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മളെ മൈൻഡ് വിട്ടുപോയാലും ഫാത്തിഹ തീരുന്നതിന് മുമ്പെങ്കിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇങ്ങനെ ശീലിച്ചാൽ ഇൻഷാ അല്ലാഹ്. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളെല്ലാം സ്വീകരിക്കട്ടെ. പറഞ്ഞ എനിക്കും കേട്ട നിങ്ങൾക്കും എല്ലാം ഈ പറഞ്ഞ ചൈതന്യത്തോടു കൂടി ആരാധന നിർവഹിക്കാനും അള്ളാഹെ ഓർക്കാനും ആ രീതിയിൽ അള്ളാഹയോട് സഹായം തേടാനും ഒക്കെ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഖുർആൻ മനസ്സിലാക്കാനും അത് വായിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും, നമ്മൾ ഈ പറഞ്ഞതുപോലെ യത്ലു അലൈക്കും ആയാത്തിന എന്ന് പറഞ്ഞതുപോലെ ഈ ആയത്തുകളൊക്കെ മറ്റുള്ളവർക്ക് നാം വായിച്ചു കേൾപ്പിച്ചു കൊടുത്ത് അവരെ പ്രബോധനം ചെയ്ത് അവരെ നല്ലവരാക്കി എടുക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയാണ്. അതിനല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.